ഒബ്വിയസ്ലി നമ്മൾ പോകുന്നത് പഠിക്കാനാണ്, ദാറ്റ് ഇസ് ദെയർ. പക്ഷെ മോർ ദാൻ ദാറ്റ് നമ്മുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് അസ്. കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഹ്യൂജ് ക്രൈം ഐ വുഡ് സേ. നമ്മുടെ കരിയർ മൊത്തം ആ ഒരു ഡിസിഷനിലാണ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത്. പാർട്ട് ടൈം ഇല്ലാണ്ട് സർവൈവൽ നടക്കില്ല. സേവിങ്സ് എനിക്ക് എടുക്കേണ്ട വന്നു. അതിനാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്നത് വളരെ കുറവാണ്. അറിഞ്ഞാലും ദേ വുഡ് പ്രിഫർ ടോക്കിംഗ് ഇൻ ഇറ്റാലിയൻ. എന്റെ POV അവർക്ക് കേൾക്കാമെങ്കിൽ പോലും അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ കുഡ് ബി ഡിഫറെന്റ്. Hello everyone, welcome back to Study Abroad Unfiltered, and ഇന്ന് നമുക്ക് ആദ്യമായി we have a guest who is a student living the experience of a student life in the Europe. So നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ ആളുടെ ലൈഫ് ലെസൺസ് ഒക്കെ അറിയാനായിട്ട്. സോ ഓവർ ടു ഗായത്രി. ഹലോ ഡിയർ. ഹലോ. ഹായ്, ഹൗ ആർ യു ഡൂയിങ്? I'm good. I'm so excited to have you on board. കാരണം നമ്മൾ ഒരുപാട് കാത്തിരുന്നാണ് ഗായത്രി ഇപ്പൊ കിട്ടിയത്. ഗായത്രിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഗായത്രി തന്നെ പറയും. സോ who is Gayatri? Let us know. Well, ഞാനിപ്പോ ഇറ്റലിയിൽ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗോൺ ബി 2 years. ആൻഡ് ഇപ്പൊ മാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പൊ ഞാൻ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു പേജൊക്കെ ഉണ്ട് എനിക്ക്. ബിക്കോസ് അവിടെ പോയിട്ട് ജസ്റ്റ് ആ ഒരു എന്താ പറയാ ആ ഒരു ലോൺലിനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി തുടങ്ങിയത്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാൻ വെറുതെ വീഡിയോസ് ഇട്ട് തുടങ്ങിയതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. സോ ഐ തോട്ട് മേ ബി ലൈക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് തുടങ്ങി. അപ്പൊ അത്യാവശ്യം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനുണ്ടെന്ന് മനസ്സിലായി. സോ അങ്ങനെയാണ് ഇപ്പൊ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറ്റലിയിൽ ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സാണ് ഇപ്പൊ പഠിക്കുന്നത്? ഞാനിപ്പോ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റേഴ്സ് ഇൻ കോഗ്നിറ്റീവ് സയൻസ് ആൻഡ് തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെസ്സിന യൂണിവേഴ്സിറ്റിയിലാണ്. മെസ്സിന ഇസ് ഇൻ സൗത്ത് ഓഫ് ഇറ്റലി, സിസിലിയിലാണുള്ളത്. അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ പുറത്ത് പഠിക്കുമ്പോ വേറെ മലയാളീസിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്താണ്? നാട്ടിലെവിടെയാ? സോ ശരിക്കും നാട്ടിലെവിടെയാണ് ഗായത്രി? വാട്ട്സ് എ ബാക്ക്ഗ്രൗണ്ട്? എവിടെയാ പഠിച്ചത്? എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഞാൻ ബേസിക്കലി ഒരു തൃശ്ശൂർക്കാരിയാണ്. ഓക്കെ. അപ്പോ ഞാൻ എന്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് തൃശ്ശൂര് പാട്രായ്ക്കൽ ദേവമാത സ്കൂളിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തു. അത് കൊടകര സഹൃദയ കോളേജിലാണ് ചെയ്തത്. ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പുറത്തേക്ക് അപ്ലൈ ചെയ്യാ ചെയ്തത്. യെസ്. അപ്പോ ഇവിടെ പഠിച്ചു 3 വർഷം, അതും ബാച്ചിലർ സൈക്കോളജി അല്ലേ. അപ്പോ എങ്ങനെയാണ് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത്? What motivated you in fact to study abroad? ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു ലൈഫിൽ. ബേസിക്കലി നാട്ടിലിപ്പോ എന്റെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഇവിടെ തന്നെ ആയിരിക്കും. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ ഐ വോണ്ടഡ് ടു എക്സ്പീരിയൻസ് സംതിങ് ന്യൂ ആൻഡ് ദാറ്റ് ഹാവ് ഓൾവേസ് ബീൻ മൈ ഡ്രീം എന്നാണ് ഞാൻ പറയാം. അപ്പോ എനിക്ക് ആക്ച്വലി അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പുറത്തേക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. സോ മേ ബി ലൈക്ക് യൂറോപ്പ് എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. ഞാൻ ഒരുപാടൊന്നും ചിന്തിച്ചില്ല. ബിക്കോസ് എടുത്തച്ചാട്ടല്ല അറ്റ് ദ സെയിം ടൈം. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മള് എന്താ പറയാ ചിന്തിക്കുമ്പോൾ നമ്മളാകെ കൺഫ്യൂസ് ആയി പോകാൻ ഒരു സാധ്യത, എസ്പെഷ്യലി നീ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് അങ്ങനെ പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എടുത്തത്. ഓക്കെ, ശരി. അപ്പോ ഈ സൈക്കോളജി തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണല്ലോ ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ വാട്ട് വാസ് ദ തോട്ട് ബിഹൈൻഡ് ദാറ്റ്? വർ യു പാഷനേറ്റ് അബൌട്ട് ദ ഫീൽഡ് ഓർ how did you land at such a course? അല്ലെങ്കിൽ ആ ഒരു സെലക്ഷനിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ ആക്ച്വലി 12th കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലൈക്ക് ഡീപ് ഡൗൺ ഐ വാണ്ടഡ് ടു do something in psychology actually, because psychology is a very interesting field. ഞാൻ വളരെ സഡൻ ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഐ എം കൈൻഡ് ഓഫ് ഷുവർ അബൌട്ട് ഇറ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പോ സൈക്കോളജി എടുത്തതിന് ശേഷം പുറത്തേക്ക് ഞാനിത് പറഞ്ഞ പോലെ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യണം എന്നുണ്ടായിരുന്നു, മാസ്റ്റേഴ്സ് നോക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ കുഡന്റ് ഫൈൻഡ് എനി പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇറ്റലിയിൽ ദാറ്റ് ഇസ് പ്രൊവൈഡിങ് ക്ലിനിക്കൽ സൈക്കോളജി മാസ്റ്റേഴ്സ്. ഇംഗ്ലീഷ് ഡോട്ട്, ഇറ്റാലിയൻ ഡോട്ട് ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷ് ഡോട്ട് എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ സൈക്കോസെക്സോളജിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ് ലാ സാപ്പിയൻസ യൂണിവേഴ്സിറ്റി റോമില്. പക്ഷെ എനിക്ക് ഐ വാസ് ഷുവർ അബൌട്ട് ഇറ്റ്. അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെച്ചതാണ് മെസ്സിന യൂണിവേഴ്സിറ്റിയിൽ കോഗ്നിറ്റീവ് സയൻസ്
എന്ന് പറഞ്ഞിട്ട്. ആ കോഴ്സിന് അവർ അഡ്മിഷൻസ് കൊടുക്കുന്നത് ലൈക് പ്രീവിയസ് എഡ്യൂക്കേഷൻസ് വെച്ച് നോക്കുമ്പോൾ ലൈക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിനാണ് അവിടെ അഡ്മിഷൻ കൊടുത്തിരുന്നത് ഈ കോഴ്സിന്. അപ്പോൾ ആൻഡ് ഓൾസോ ലൈക്ക് ഞാൻ കരിക്കുലം നോക്കിയപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവന്നാ പിന്നെ പഠിച്ചാൽ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സോ ഇപ്പൊ യൂറോപ്പ് നോക്കുമ്പോൾ ആസ് യു മൈറ്റ് നോ കറന്റ് എല്ലാവരും നോക്കുന്നത് ജർമ്മനിയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കുന്നത്. അതെ അതെ. ബട്ട് വൈ ഡിഡ് യു ചൂസ് ഇറ്റലി ഓവർ ജർമ്മനി, അല്ലെങ്കിൽ വൈ ഇറ്റലി ഫോർ ദാറ്റ് മാറ്റർ? എങ്ങനെയാണ് എത്തിയത് ആ ചോയ്സിലേക്ക്? മേ ബി ബിക്കോസ് എവ്രിവൺ ചൂസ് ജർമ്മനി. ഓക്കെ, എല്ലാരും ജർമ്മനി പോകുമ്പോ അതെ എല്ലാരും ജർമ്മനിയെ പോയപ്പോ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ലൈക് ജർമ്മനി എല്ലായിടത്തും ജർമ്മനിയാ കേട്ടോണ്ടിരിക്കുന്നത്. സോ സം റീസൺ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ജർമ്മനി. ആൻഡ് ഓൾസോ ഇറ്റലിനെ പറ്റി അന്വേഷിച്ചപ്പോ ലൈക്ക് ഓക്കെ ഇറ്റലിയിൽ എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയായിരുന്നു. ലൈക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ ലൈക്ക് ഫാമിലി വൈസ് നോക്കുമ്പോൾ എന്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ അവിടെ ആരെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനമാണല്ലോ. സോ ദാറ്റ് ആക്ച്വലി റൂട്ടഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇറ്റലി ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൾസോ ലൈക്ക് ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ. ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇറ്റലി നോക്കാം, ഒരു വെറൈറ്റി ആവും ചെയ്തു അല്ലേ. യൂറോപ്പ് ആണ്. അതെ. ഓക്കെ, ഫൈൻ. സ്റ്റഡിയിങ് അബ്രോഡ്, ഡു യു റിയലി റെക്കമെൻഡ് ഇറ്റ് ടു എവ്രി വൺ? ആ ഒരു ഡിസിഷൻ തന്നെ ലൈക്ക് യു ലിവ് ദി എക്സ്പീരിയൻസ് നൗ, ഓൾമോസ്റ്റ് ഇപ്പൊ കോഴ്സ് കഴിയാറായി നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ ഉള്ള ഒരു അസ്പയറൻസിനോട് ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ജീവിച്ചു കഴിഞ്ഞതല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പറയാനുള്ളത് എന്താണ്? ഡു യു റെക്കമെൻഡ് ഇറ്റ് ഫോർ എവ്രി വൺ? I would actually recommend it to most of them because എന്താ വെച്ച് കഴിഞ്ഞാൽ this is actually an experience. കാരണം ഇപ്പൊ ഞാൻ എന്റെ POV വെച്ച് പറയുകയാണെങ്കിൽ മേ ബി ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞു, ഞാൻ നാട്ടിൽ മാസ്റ്റേഴ്സ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് എക്സ്പോഷർ എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. യു മീറ്റ് സോ മെനി പീപ്പിൾ ആൻഡ് ഐ എം വെരി ഷുവർ ദാറ്റ് പുറത്തു പോയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. ഡസന്റ് മാറ്റർ ലൈക്ക് വാട്ട് യു ഡു ഇൻ ദ ഫ്യൂച്ചർ, ലൈക്ക് 5 years ഫ്രം നൗ എന്തായിരിക്കും എവിടെ ആയിരിക്കും എന്നുള്ളതല്ല. പക്ഷെ ലൈക്ക് പ്രസന്റ്ലി നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരെ കാണുന്നു, ഇഷ്ടം പോലെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ലൈക്ക് ദ വേ പീപ്പിൾ തിങ്ക് ആൻഡ് ഓൾ ഇസ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫറെന്റ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കും. ലൈക്ക് ആസ് എ പേഴ്സൺ ആസ് എൻ ഇൻഡിവിജ്വൽ യു ഗ്രോ. ആൻഡ് ഓൾസോ ലൈക്ക് ഒബ്വിയസ്ലി നമ്മൾ പോകുന്നത് പഠിക്കാനാണ്, ദാറ്റ് ഇസ് ദെയർ. പക്ഷെ മോർ ദാൻ ദാറ്റ് നമ്മുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് അസ്. സോ നാട്ടിൽ എസ്പെഷ്യലി ലൈക്ക് ഞാനൊക്കെ എന്റെ പേഴ്സണലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ഡേ സ്കോളർ ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. സോ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. സോ എനിക്ക് എങ്ങനെയാണ് ഇതൊന്നും എനിക്കറിയില്ല. അത്രയും നാളെ ലൈക്ക് നമ്മള് ഫാമിലിന്റെ ഒരു എന്താ പറയാ പ്രൊട്ടക്ഷനിൽ നമ്മൾ വന്ന് നമ്മളൊന്നും അറിയാതെ നമ്മൾ വളർന്ന് പെട്ടെന്ന് ഞാൻ എടുത്തൊരു സ്റ്റെപ്പ് കുറച്ച് ബിഗ് ആയി പോയോന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഐ ഓൾസോ ലവ് ടു എന്താ പറയാ എക്സ്പ്ലോർ ന്യൂ തിങ്സ്. അപ്പം എന്തായാലും നമ്മൾ ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വൽ വിൽ ബിക്കം മെന്റലി സ്ട്രോങ്. അതുണ്ട്. സോ ഒബ്വിയസ്ലി ലൈക്ക് നമ്മുടെ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ കോർ അതാണല്ലോ. ആസ് എ പേഴ്സൺ നമ്മൾ സ്പിരിച്വൽ എല്ലാം നമ്മൾ വി ആർ ലൈക്ക് ഗ്രോയിങ്. സോ അത് ഒബ്വിയസ്ലി ഐ വിൽ റെക്കമെൻഡ്. പക്ഷെ ദർ ആർ ഓൾസോ പീപ്പിൾ ലൈക്ക് എനിക്ക് അറിയാവുന്ന പല സ്റ്റുഡൻസും പോയിട്ട് പറ്റാണ്ട് തിരിച്ചു വരുന്നവരുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും. അതായത് നമ്മളെ കൊണ്ട് പറ്റും വിൽ ബി ലൈക്ക് യുനോ ഒരുപാട് കൺഫ്യൂഷൻസും വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും തിരിച്ചു വരാൻ എന്തായാലും നമുക്കൊരു പുള്ളുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ സർവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് എവരിതിങ് വിൽ ബി സ്മൂത്ത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഹൗ ഡിഡ് യു ഫൈൻഡ് ദാറ്റ്, അല്ലെങ്കിൽ ഹൗ ഡിഡ് യു ഫൈറ്റ് ദോസ് തോട്ട്സ് ഓൺ എ ഡെയിലി ബേസിസ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ വാസ് ഇറ്റ് ട്രാൻസിഷൻ ഹാർഡ് ഇൻ എ വേ? അതായത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഡേ സ്കോളർ ആയ അത്രയും പ്രൊട്ടക്ഷനിൽ നിന്നിട്ട് വെൻ യു ഹാഡ് ടു ഡു എവറിഥിങ് ബൈ യുവർ ഓൺ. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ് ആൻഡ് ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ഇറ്റ് നൗ? ട്രാൻസിഷൻ വാസ് ഹ്യൂജ്. പക്ഷെ യു ഡോണ്ട് റിയലൈസ് ഇറ്റ് when you are in that. Actually നമ്മള് ചേഞ്ച് ചെയ്യാനുള്ളത് നമുക്ക് മനസ്സിലാവില്ല. മീൻ അറ്റ്ലീസ്റ്റ് ഫോർ മീ എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലൈക്ക് ഞാൻ അവിടെ പോകുന്നതിന് മുന്നേ ഉള്ള സിറ്റുവേഷൻസിൽ ഞാൻ ഉണ്ടായിരുന്ന അപ്പോഴത്തെ ഞാനും ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്റെ മുന്നിൽ വന്നാൽ ഞാനത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ drastically it's different. So that's when you realize okay you've changed, okay the way you think have changed and everything. നാട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും it's like കുഞ്ഞു മാറ്റങ്ങളാ, പക്ഷെ that like has a very huge impact on us as well as നമ്മുടെ ചുറ്റുള്ളവരാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും. Okay. So ഇറ്റലിയിൽ ഇപ്പോ എവിടെയാണ് പഠിക്കുന്നത് എക്സാക്ട്ലി? അല്ലെങ്കിൽ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഞാൻ ആക്ച്വലി അവിടെ പോയ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് നമ്മൾ ഒരുപാട് അക്കോമഡേഷൻസ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ഹോസ്റ്റലിലാണ് ആദ്യം പോയി താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് അറൌണ്ട് 2 years എന്ന് വേണമെങ്കിൽ പറയാം.
1.5 years നമ്മൾ അവിടെ തന്നെയായിരുന്നു. റീസെന്റ് ആണ് ഞാൻ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്തത്. നമ്മൾ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നൺസ് റൺ ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ്. അവരെല്ലാവരും ഇറ്റാലിയൻസ് തന്നെയാണ്, നൺസും ഇറ്റാലിയൻസ് തന്നെയാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അവിടെ കയറിയത്. അതെ, അപ്പൊ അവിടെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോമൺ കിച്ചൺ ആയിട്ട് വരും. അതുപോലെ ഗേൾസ് ഹോസ്റ്റലാണ്. ആൻഡ് രാത്രി ഒരു 9:30 കർഫ്യൂ ഉണ്ട്. അപ്പൊ ഇൻ ഇറ്റലി അപ്പൊ ദാറ്റ് വാസ് പക്ഷെ റെന്റ് ഇസ് ഓൾസോ ലൈക്ക് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത റെന്റാണ്. അപ്പൊ എന്റെ അടുത്ത് ഇഷ്ടം പോലെ പുറത്തുനിന്ന് നമ്മൾ പയ്യെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി വരുമ്പോ അവരിങ്ങനെ ചോദിക്കും നീ എന്തിനാ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നേന്നുള്ളത്. വെരി വാലിഡ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മള് ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 9:30 കഴിഞ്ഞാലും എനിക്ക് പുറത്തു പോയി അങ്ങനെ ചെയ്യാനൊന്നുമില്ല. പിന്നെ നമുക്ക് അധികം ആൾക്കാരെ അറിയുണ്ടായിരുന്നില്ല ആ ടൈമിൽ അവിടെ. അതെ, ആൻഡ് ഇറ്റ്സ് ഓൾസോ ടു ദ സെന്ററിലാണ്. അപ്പൊ എല്ലായിടത്തേക്കും ആക്സസ് ഉണ്ട്. അപ്പൊ പ്രോസ് കോൺസ് നോക്കുമ്പോൾ പ്രോസ് കൂടുതലാണ്. വിചാരിച്ചാൽ പിന്നെ അവിടെ നിൽക്കാം എന്നുള്ളത്. ഓക്കെ, സോ ഇപ്പൊ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞു. അപ്പൊ ഐ ആം ഗെസിംഗ് ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെ? സോ കെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്? അല്ലെങ്കിൽ സ്കോളർഷിപ്സ് ഇൻ ഇറ്റലി, can you give an insight about that? Okay, scholarships in Italy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ പേജിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കൂടുതൽ സംസാരിച്ചത് ഇതിനെ പറ്റിയിട്ടായിരിക്കും. കാരണം DSU എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ട്, നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണത്. അതിലാണ് ഞാൻ ആ സ്കോളർഷിപ്പിനായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. എനിക്ക് തോന്നുന്നു മിക്ക ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഈ ഒരു സ്കോളർഷിപ്പാണ് അവർ എന്താ പറയാ അപ്ലൈ ചെയ്യുന്നത്. അത് കിട്ടാനും ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് നമ്മുടെ ഫൈനാൻഷ്യൽ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. സോ ലൈക്ക് നമ്മൾ ഫിനാൻഷ്യലി അവര് നോക്കിയിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. മിക്ക സ്റ്റുഡൻസ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ അങ്ങനെ എയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് അപ്പൊ അതിൽ കവേർഡ് ആണോ? കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് അല്ല. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ എഡ്യൂക്കേഷൻ ആക്ച്വലി ഇസ് ഫ്രീ. ആൻഡ് സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും. സ്റ്റൈഫൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതെ, ലൈക്ക് പൊതുവെ പറയുകയാണെങ്കിൽ. ആൻഡ് ഓൾസോ മിക്കതിലും നമ്മൾ അക്കോമഡേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അക്കോമഡേഷനും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റൈഫൻഡ് ഏകദേശം എത്രയാണ് വരുന്നത്? ഇറ്റ് ഡിപെൻഡ്സ് വിത്ത് യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് വ്യത്യാസം വരും. എനിക്ക് ആക്ച്വലി ലൈക്ക് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ ഇൻസ്റ്റാൾമെന്റ്സിൽ ചിലപ്പോൾ 1,200 അല്ലെങ്കിൽ 2,000 euros ലൈക്ക് ഇൻ ഈച്ച് സെം എന്നുള്ള രീതിയിൽ. അത് എന്റെ കോഴ്സിന്. ആൻഡ് ഓൾസോ ഇപ്പം എന്റെ ഒപ്പം പഠിക്കുന്ന വേറൊരു കുട്ടിക്ക് ചിലപ്പം ഇതേ ആയിരിക്കില്ല, ചിലപ്പോൾ കുഞ്ഞു വേരിയേഷൻസ് വരുമായിരിക്കും. എന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് അല്ല, പക്ഷെ ലൈക്ക് ഒരു 500 euros അല്ലെങ്കിൽ 400 euros വ്യത്യാസം വരും. അത് നമ്മുടെ എന്താ പറയാ ഇത് പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് തന്നെ. എന്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരിയുടെ പാരന്റ്സ് ഇറ്റലിയിലാണ്, പക്ഷെ അവള് നാട്ടിലാണ്. അപ്പം അവക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിൽ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റൈഫന്റെ ഒപ്പം തന്നെ നമുക്ക് റെസിഡൻസി പറഞ്ഞ അക്കോമഡേഷനും അതിന്റെ ഒപ്പം നമുക്ക് ഫുഡും കിട്ടും. ക്യാൻറ്റീൻ ഉണ്ട് അവിടെ. അപ്പൊ സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂപ്പൺ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. അത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതെ, മെസ്സിന് എന്താ പറയാ, മെൻസ എന്ന് പറയും. I think is that the same in German as well? I'm not very much aware about the system there in Germany. പക്ഷെ അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ സ്കോളർഷിപ്പ് ഇൻവോൾവ് ആവുന്നത്. അതെ, അത് നമുക്ക് ഓൾമോസ്റ്റ് 300 മീൽസോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. 360 മീൽസോ സംതിങ്, ഐ ഡോണ്ട് നോ, നോട്ട് ഷുവർ. അപ്പം എനിക്ക് ട്വൈസ് എ ഡേ ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു ഡേ ഉള്ളൂ പെർ മീൽ, പെർ ഡേ, ലൈക് പെർ ഡേ പെർ മീൽ എന്നുള്ള രീതിയിൽ. അതിന്റെ റീസൺ ചോദിച്ചു വന്നപ്പം അവളുടെ പാരന്റ്സ് ഓൾറെഡി ഇറ്റലിയിലുണ്ട്. ആൻഡ് നമ്മളുടെ കേപ്പബിലിറ്റി അനുസരിച്ചാണ് അതെ 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 ഏകദേശം എമൗണ്ടും അതുപോലെ ഈ പറഞ്ഞ ബാക്കി അലവൻസസ് ഒക്കെ കൂടും എല്ലാം കിട്ടുന്നത്. അതെ, ഓക്കെ. പക്ഷെ എന്നാലും ഐ തിങ്ക് ലിറ്ററലി വേറെ ചെലവുകളൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. വരുന്നില്ല. ഫുഡ് അല്ലെ? പക്ഷെ ഫീസ് അഗൈൻ ഓൾമോസ്റ്റ് ഫ്രീ. ട്യൂഷൻ ഫീസ് ഓൾമോസ്റ്റ്, പക്ഷെ നമുക്ക് റീജിയണൽ ടാക്സ് നമ്മൾ പേ ചെയ്യണം. ഒരു 1 year അറൌണ്ട് എനിക്ക് വരുന്ന 156 euros, 157 euros എന്നുള്ള രീതിയിലാണ്. 15,000 സംതിങ് ആ ഒരു റേഞ്ചാണ് എനിക്ക് വരുന്നത്. വേറെ നമുക്ക് നമ്മൾ ബുക്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്ലാസ്സസിന് വേണ്ടിയിട്ടോ എക്സ്ട്രാ നമ്മളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. വൺ തിങ് ഐ വോണ്ട് ടു നോട്ടീസ്, ഇപ്പൊ സ്റ്റൈപ്പൻഡ് അടക്കം കിട്ടുന്ന സ്കോളർഷിപ്പ് പ്രിറ്റി മച്ച് ഈസി ആണെന്നും പറഞ്ഞു കിട്ടാൻ അല്ലേ? അത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല. കാരണം ഇവിടെ പലരും ഇപ്പോ ഡിപ്ലോമ കോഴ്സസ് സെയിം ജർമ്മനി പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് ജർമ്മൻ ലാംഗ്വേജ് B2 വേണം. എന്നാൽ അവർക്കൊരു ഈ പറഞ്ഞ 1,000 euros ഒക്കെ മാസം വെച്ച് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന
ഇതൊക്കെ അതിന്റെ പിറകെയാണ്. പക്ഷെ അതിന് ഈ ജർമ്മൻ B2 ഇവിടെ തന്നെ ക്ലിയർ ചെയ്യണം. അതെ. ഇതിപ്പോ യു ഡിഡ്ന്റ് ഹാവ് ഇറ്റാലിയൻ. ഇല്ല സബ്മിറ്റഡ് യുവർ ഫിനാൻഷ്യൽ. ഇല്ല. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇറ്റലി ആൻഡ് ജർമ്മനി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ലാംഗ്വേജ്, ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. ബട്ട് ടു വർക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇസ് വെരി മാൻഡറ്ററി. ആൻഡ് ഓൾസോ ഇപ്പൊ അവിടെ പോയിട്ടാണ് നമുക്ക് ഗ്രാജുവലി പഠിക്കണമെങ്കിൽ പഠിക്കാം. നമ്മൾ ഒരു ഡെയിലി ബേസിസിൽ ഇറ്റാലിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ബിക്കോസ് അവര് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രിഫർ ചെയ്യുന്നവരല്ല. അറ്റ്ലീസ്റ്റ് ടുവേർഡ്സ് ദ സൗത്ത്, മെയിൻലി ടുവേർഡ്സ് ദ സൗത്ത്. ഇംഗ്ലീഷ് അറിയാവുന്നത് വളരെ കുറവാണ്. അറിഞ്ഞാലും ദേ വുഡ് പ്രിഫർ ടോക്കിംഗ് ഇൻ ഇറ്റാലിയൻ. അപ്പം ഇന്ററാക്ഷൻ വഴി നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിച്ചിട്ട് വരികയാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പിന്നെ വലിയ പ്രോസ് എന്ന് പറയാൻ ഇല്ല. ഐ മീൻ ഇത് മാൻഡറ്ററി അല്ല, പക്ഷെ ലൈക്ക് ഇറ്റ്സ് ഗുഡ്. ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഇംപ്രൂവ്ഡ് ആവും. ഇതിനകത്ത് ഐ ജസ്റ്റ് വാണ്ട് ടു കറക്റ്റ് ദിസ് തിങ്. ആസ് ഇൻ ജർമ്മനിയിൽ നമുക്ക് പഠിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് വേണ്ട. ചില കോഴ്സസിന് വേർ ദേ ഹാവ് സം സ്റ്റൈപ്പൻഡ് ആൻഡ് when it's more related to health category, they will be teaching it in German. Okay. അപ്പൊ അതിനാണ് ഈ പ്രൊഫഷൻസി. അല്ലാതെ ഒരുപാട് കോഴ്സ് ഉണ്ട്. പക്ഷെ ഈ സ്റ്റൈപ്പൻഡിന്റെ കാര്യം അങ്ങനെയില്ല. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ട്യൂഷൻ ഫീസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ സ്റ്റൈപ്പൻഡ് ഉള്ള സ്കോളർഷിപ്സ് കുറച്ച് ഇങ്ങനെ ഇത്ര ഈസി ആണെന്ന് തോന്നുന്നില്ല. there are other European scholarships which has stipend, like country wise Eiffel, Sharpak scholarship. ഇനി ലിവിംഗ് ഇൻ ഇറ്റലി. അപ്പൊ അടുത്ത ചോദ്യം is definitely about part time. Okay, so how was your journey in part time? എങ്ങനത്തെ ജോബ്സ് ആണ് ചെയ്തത്? How say difficult or easy was it for you, doing a part time job? ആക്ച്വലി ഞാൻ അത്രയും പാർട്ട് ടൈം ചെയ്തിട്ടുള്ള ഒരാളല്ല പേഴ്സണലി. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് നമ്മൾ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ ഞാൻ എന്റെ വിസ കിട്ടാൻ ഡിലേ ആയതുകൊണ്ട് എനിക്ക് ഇറ്റലിയിൽ എത്താൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ നമ്മൾ അവിടെ സ്കോളർഷിപ്പ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് സ്കോളർഷിപ്പ് ഫണ്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഡേറ്റിന് മുന്നേ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് അത് നമ്മുടെ ഇന്ത്യൻ വിസ ആ ഒരു സമയത്ത് എന്റെ ഒപ്പം വന്ന ആർക്കും അങ്ങനെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടിയിട്ടില്ല. ആ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ എലിജിബിൾ ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. അത് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പെയിൻ. അപ്പൊ അത് ജസ്റ്റ് യു ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത്, നമുക്കൊന്നും ചെയ്യാനില്ല. ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ആ ഒരു പ്രോസസിംഗിന്റെ ഡിലേ കാരണമല്ല. അതെ. അപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. അപ്പം നമ്മൾ വന്നിറങ്ങിയ സമയം, അതുകൊണ്ട് ജോബ് ഹണ്ട് എന്നുള്ള സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വി ഡോണ്ട് നോ എനിത്തിങ്. അപ്പം എന്റെ അവിടെ എന്ന് വെച്ചാൽ ഞാൻ വളരെ മിനിമലായി, ഞാൻ പാർട്ട് ടൈം ചെയ്യാനല്ല പോയത്, ഞാൻ വളരെ മിനിമലായിരുന്നു. വളരെ മിനിമലായിട്ടാണ് നമ്മള് ജീവിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആകെ കൂടെ ചെലവ് എന്ന് പറഞ്ഞാൽ ഗ്രോസറി ആണ് നമുക്ക് ആ കൂടെ വരുന്ന ചെലവ്. എന്റെ ക്ലാസ്സസ് ഈ പറഞ്ഞ പോലെ കുറെ ഒക്കെ ഓൺലൈൻ ഓഫ്ലൈൻ അങ്ങനെയായിരുന്നു. എന്റെ കോഴ്സിന്റെ സ്പെഷ്യലായി പ്രൊഫസേഴ്സ് ഓൺലൈൻ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അത്രയും എന്താ പറയാ ചെലവ് വന്നിരുന്നു. പക്ഷെ വളരെ മിനിമൽ നമ്മുടെ സേവിങ്സ് എടുത്ത് അങ്ങനെയാണ് നമ്മള് സ്റ്റാർട്ടിങ് കുറച്ച് നാളുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു അടുത്ത സെമ്മിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്രെഡിറ്റ് റീച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഡേറ്റിന് മുന്നേ, ഡെഡ് ലൈനിന് മുന്നേ ഇത്ര ക്രെഡിറ്റ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് നമുക്ക് കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്യണം, ക്രെഡിറ്റ് മീറ്റ് ചെയ്താൽ മതി അല്ലെ? ക്രെഡിറ്റ് മീറ്റ് ചെയ്ത് നമ്മൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ സെമ്മും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് നമ്മളൊരു 30 ക്രെഡിറ്റ്സ് ആണെങ്കിൽ അടുത്ത നമ്മൾ 60 ക്രെഡിറ്റ്സ് നമുക്ക് റീച്ച് ചെയ്യണം. ഒരു ടൈം ലൈനിന് മുന്നേ നമ്മൾ അത് ചെയ്ത് തീർക്കണം. അങ്ങനെ അത് അപ്ലൈ ചെയ്തു. ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ്. അത് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി. പക്ഷെ പല സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് അവർക്ക് ഡ്രോപ്പ് ആവുന്നതിന്റെ കാരണം എന്റെ അടുത്ത് ഇഷ്ടം പോലെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അതായത് ഇവരുടെ വിചാരം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത സ്കോളർഷിപ്പ് കിട്ടി, ഇനി നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു സംഭവം ഉണ്ട്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നു ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു ലൈക്ക് കണ്ടിന്യൂസ് ഇൻപുട്ട് ഇല്ലെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് അവിടെ ബ്രേക്ക് ആവും. സോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഫസ്റ്റ് കുറച്ച് നാള് ഐ തിങ്ക് യു മാനേജ് സംഹൗ. പിന്നെ അവിടെ വന്നെത്തിയതിന്റെ ആ ഒരു ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈമിന് വേണ്ടി അലഞ്ഞില്ല ഐ തിങ്ക് അല്ലെ? യു വർ സെറ്റിലിംഗ് ഇൻ. അല്ലെ? ആൻഡ് ദെൻ നെക്സ്റ്റ് ടൈം സ്കോളർഷിപ്പ് കിട്ടുകയും ചെയ്തു. സോ യു വർ പ്രെറ്റി മച്ച് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ഐ തിങ്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട്. ജീവിക്കാനുള്ളൊരു എമൗണ്ട് ഐ തിങ്ക് യു ഹാഡ് അല്ലെ? അതെ, കൈൻഡ്. പക്ഷെ നമ്മള് ഇപ്പൊ ഈ സ്റ്റൈൽ, ഞാൻ ഈ പാർട്ട് ടൈമിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ടി വന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഓഫ് ദീസ് തിങ്സ് you were able to somehow survive through it. ആക്ച്വലി കൈൻഡ് ട്രൂ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ എനിക്കും പാർട്ട് ടൈം ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വന്ന് സെറ്റിലിംഗ് ആണെങ്കിൽ പോലും ലൈക്ക് ഒബ്വിയസ്ലി നാട്ടിലുള്ള കുട്ടികളുടെ മൈൻഡിൽ സംഭവം എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നു പാർട്ട് ടൈം ഇല്ലാണ്ട് സർവൈവൽ നടക്കില്ല എന്നുള്ളത് കൈൻഡ് ട്രൂ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സേവിങ്സ് എടുത്തു. സോ നമുക്ക് അതെ അത് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. സോ അതിന്ന് എനിക്ക് എടുക്കേണ്ട വന്നു, സേവിങ്സ് എനിക്ക് എടുക്കേണ്ട വന്നു. അതിനാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. സംടൈംസ് പീപ്പിൾ തിങ്ക് അതിന്റെ ആവശ്യമില്ല എന്ത് ഈ സേവിങ്സിന്റെ. അതായത് എല്ലാവരും വിചാരം, പലരുടെയും നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആയാലും അവിടെ എത്തിയിട്ട് നമുക്ക് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് കിട്ടുമല്ലോ, അതെ അറേഞ്ച് ചെയ്യുന്നത് കഷ്ടപ്പെടണ്ടല്ലോ, അങ്ങനെയൊക്കെ. പക്ഷെ ഐ റിയലി ഡോണ്ട് തിങ്ക് ദാറ്റ് യു നീഡ് ടു ഹാവ് എ ബാക്കപ്പ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. അതെ, ബിക്കോസ് നമ്മൾ ഒബ്വിയസ്ലി ലൈക്ക് യു ആർ പുട്ടിങ് യുവർ സെൽഫ് ഇൻ എ വെരി ന്യൂ എൻവയോൺമെന്റ്. യു ഡോണ്ട് നോ ലൈക്ക് നമുക്ക് ഓക്കെ അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും നാട്ടിലുള്ള സ്റ്റുഡൻസിന് അവർക്ക് ഞാനിപ്പം ഓക്കെ എന്റെ POV അവർക്ക് കേൾക്കാമെങ്കിൽ പോലും അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ കുഡ് ബി ഡിഫറെന്റ്. ജനറലി ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയുമ്പോൾ വിൽ നോ മോർ അബൌട്ട് ദി എൻവയോൺമെന്റ് ദർ. പക്ഷെ അഗൈൻ നമ്മുടെ പേഴ്സണൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി ലൈക്ക് മണി ഈസ് എവറിഥിങ്. സോ ആ ഒരു ബേസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കിപ്പോ നമ്മുടെ പേരൻസോ അങ്ങനെ ആരും ഇല്ല, നമുക്ക് അങ്ങനെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് നല്ലതാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ. ഇപ്പൊ സ്റ്റുഡന്റ് ലോൺസ് ഒക്കെ ഐ തിങ്ക് നല്ലൊരു എന്താ പെർസെന്റേജ് കുറവൊക്കെ ആയിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ഇപ്പൊ സ്റ്റുഡന്റ് ലോൺസ് ഒക്കെ കിട്ടാനായിട്ട് വിത്തൗട്ട് കൊളാട്രൽ. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി ഒന്നും പ്ലെഡ്ജ് ചെയ്യാതെ തന്നെ നമുക്കിപ്പോ എഡ്യൂക്കേഷൻ ലോൺസ് ഒക്കെ നമുക്കിപ്പോ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്കപ്പ് എടുത്താൽ എന്ത് സംഭവിച്ചാലും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും I think we'll have a backup in that case. Yes, maybe because ഞാൻ സ്റ്റുഡന്റ് ലോൺ അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഞാൻ ഈ ബാക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്കൊരു മന്ത്ലി ചെലവ് വരുന്ന ഒരു കുറച്ച് പൈസ ഉണ്ടാവുമല്ലോ. സോ അങ്ങനത്തെ കുറച്ച് പൈസ നമ്മൾ മുന്നേ കൂടെ സേവിങ്സിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫണ്ടായിട്ട് അങ്ങനെ കയ്യിൽ വെക്കുക എന്നുള്ളത്. അതും പിന്നെ അപ്പോഴും നമ്മൾ എന്താണ് ഒരു 2-3 മാസത്തേക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ വെക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അതിലാണ് നമ്മൾ പോയത്. അപ്പം ഞാൻ സൗത്തിലാണ്, അവിടെ പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമല്ല. ഓക്കെ, അതാണ് ഇതിൽ വേറൊരു സംഭവം. അതായത് നമ്മൾ എവിടെയാണോ അവിടെ പാർട്ട് ടൈമിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലയോ. അതെ, ഇപ്പോ ഐ തിങ്ക് സിറ്റീസ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. In your case it was like quite കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിക്കാനും നമുക്ക് ലാംഗ്വേജ് വേണമല്ലോ. നമ്മള് ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ സൗത്തിലേക്ക് വരുമ്പോ ഇവിടുത്തെ പോപ്പുലേഷനും എന്താ പറയാ ഉണ്ടെങ്കിൽ പോലും ലൈക്ക് നോർത്തിന്റെ അത്രയും എന്താ പറയാ ഇറ്റ്സ് നോട്ട് എ ഹാപ്പനിങ് പ്ലേസ് സൗത്തില് പൊതുവെ. ഞാനുള്ളത് ഐലൻഡിലാണ്. സോ അവിടെ പാർട്ട് ടൈം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ കുറച്ച് പാടാണ്. സമ്മർ ആവുമ്പോഴാണ് സ്റ്റുഡൻസ് എല്ലാവരും പാർട്ട് ടൈമിന് വേറെ നമ്മുടെ ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകുന്നത്. അവിടെ ഈ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും നമുക്ക് കിച്ചണിൽ, ബോയ്സിന് പ്രത്യേകിച്ച് കിച്ചണിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഗേൾസിന് അങ്ങനെ കിച്ചണിൽ അവർ പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് കൂടുതൽ മാൻ പവർ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി. അതായത് കിച്ചണിലെ ഉള്ളിലത്തെ ജോലികളൊന്നും ഗേൾസിന് കൊടുക്കില്ല. കാരണം എസ്പെഷ്യലി സമ്മറിനൊക്കെ നോക്കുകയാണെങ്കിൽ കിച്ചൺ വിൽ ബി ലൈക്ക് ഒരു യുദ്ധഭൂമിയാണ് കിച്ചൺ. എന്റെ ഒരു എക്സ്പീരിയൻസിൽ അത്യാവശ്യം തിരക്കാണ് ആൻഡ് ലൈക്ക് ഭയങ്കര ചൂടാണ്. ഇപ്പൊ കിച്ചണില് പൊതുവെ ചൂടാണ്. ഇപ്പം സമ്മർ ആവുമ്പോ നമ്മള് ബീച്ച് സൈഡിലാ. അപ്പോ ബീച്ചിൽ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ബിൽഡിങ്ങിന്റെ അകത്തൊന്നും അല്ല. ഇറ്റ്സ് ലൈക്ക് ഔട്ട്ഡോർ കിച്ചണാ. പക്ഷെ ലൈക്ക് ഒബ്വിയസ്ലി ഷെൽട്ടർ ഉണ്ടാവും, പക്ഷെ അതല്ല. നമ്മള് കിച്ചൺ നമുക്ക് ഓർഡർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സംഭവം എടുത്ത് നമ്മൾ നടന്നു പോകുന്നു, കിച്ചണിൽ കൊടുക്കുന്നു, പിന്നെ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്നു, കൊണ്ടുവരുന്നു, സെർവ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പൊ ഉച്ചയ്ക്കൊക്കെ ആവുമ്പോഴത്തേനും നല്ല ചൂടായിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ വേഗം ഓർഡർ വരുന്നു. പിന്നെ ലൈക്ക് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ അവര് ഫോർ സം റീസൺ ദേ പ്രിഫർ ബോയ്സ്. കാരണം ഗേൾസിന് അങ്ങനത്തെ ലൈക്ക് ഫിസിക്കലി ആ ഒരു എന്താ പറയാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം ചിലപ്പം എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് പക്ഷെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് അവർ ഗേൾസിനെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അവർ ഇറ്റാലിയൻ നല്ല പോലെ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കണേ. എന്നെ അവര് പറഞ്ഞു ലൈക്ക് വെയിട്രസ് ആയിട്ട് വേണമെങ്കിൽ കയറാം, പക്ഷെ മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടോ. നമ്മൾ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ ചോദിക്കുന്നത് മുന്നേ വെയിട്രസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡെലിവറി ജോബ്സ് ഉണ്ട്. അത് ഞാൻ കണ്ടതിൽ അധികം പെൺപിള്ളേർ അങ്ങനെ എടുക്കാറില്ല. പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ബോയ്സ് ഇഷ്ടം പോലെ എടുക്കാറുണ്ട്. ആൻഡ് നോർത്തിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഡെലിവറി ജോബ്സ്, അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്ത ഒരു കേരള റെസ്റ്റോറന്റിലായിരുന്നു ഇൻ ദ നോർത്ത്. അത് വെയിട്രസ് ആയിട്ടാണോ? വെയിട്രസ് ആയിട്ട് തന്നെയായിരുന്നു. നമ്മള് ഫ്രണ്ടിലെ ബാറിൽ വർക്ക് ചെയ്യാണ്. അപ്പം വെയിട്രസ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത്. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഐ മീൻ ഇവിടെ ഈ എന്താ എല്ലാം അമ്മ ഫ്രണ്ടിലേക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ നമ്മളതിങ്ങനെ വേറൊരു റോൾ ചേഞ്ച് ആയിരുന്നപ്പോ
just to know, how was that experience like? അത് ഇപ്പൊ ഞാൻ ആക്ച്വലി പോയ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 year കഴിഞ്ഞിട്ടാണ് എനിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റിയത് അവിടെ. അത് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറെയൊക്കെ ജീവിതം പഠിച്ചിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ പിന്നെന്തായാലും പണിയെടുക്കാണ്ട് നമുക്കൊന്നും നടക്കില്ല എന്നുള്ളൊരു കഷ്ടപ്പെട്ടാണ് നമ്മള് ഒന്നും നടക്കില്ല എന്ന സാധനം അപ്പോഴേ എനിക്ക് കിക്കിനായിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി. അവിടെ ഒരു കേരള റെസ്റ്റോറന്റ് ആകുമ്പോൾ കുറച്ചും കൂടെ മലയാളികൾ ഒക്കെ ഇന്ററാക്ഷൻ ആയാലും. അതെ, മലയാളികൾസ് ആണ്. അതെ മലയാളീസ് ആണ്. നമുക്ക് കസ്റ്റമേഴ്സ് മലയാളീസും ഉണ്ടായിരുന്നു, കുറെയൊക്കെ മലയാളീസ് വരും. അപ്പൊ നമ്മൾക്ക് ആക്ച്വലി ഞാൻ ഒരു പോയിന്റില് എനിക്ക് രാവിലെ തൊട്ട് വന്ന ഷിഫ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സമ്മർ കംപ്ലീറ്റ്ലി അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. സോ രാവിലെ ഫ്രം 11 till നൈറ്റ് ഓൾമോസ്റ്റ് 10:30 വരെ ഞാൻ നിന്നിരുന്നു. അപ്പം ബ്രേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, കണ്ടിന്യൂസ് ആയിരുന്നു ഓൺ എ സ്ട്രെച്ച്. അപ്പൊ നമുക്ക് മൺഡേ മാത്രം ഒരു ദിവസം, റെസ്റ്റോറൻറ്റ്സ് ആകുമ്പോൾ 1 day മാത്രമാണ് നമുക്ക് ഓഫ് ഉണ്ടാവുള്ളൂ വർക്കേഴ്സിന്. അപ്പോൾ 1 day ഓഫ്, മൺഡേ. ബാക്കി ദിവസങ്ങളെല്ലാം ഓൾമോസ്റ്റ് സ്ട്രേറ്റ് ഫോർ 2.5 months എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തില്ല. And like were you able to manage or save the I was able to save because റെസ്റ്റോറന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫുഡ് അവിടെ നിന്ന് ഉണ്ടാവും. മോസ്റ്റ്ലി ഒക്കെ എനിക്ക് തോന്നുന്നു അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എനിക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല ഫോർ സം റീസൺ. എനിക്കത് പറഞ്ഞ പോലെ ഞാൻ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 45 minutes 1 hour ട്രാവൽ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലേക്ക്. ഞാൻ അപ്പൊ അവിടെ അക്കോമഡേഷൻ ഈ പറഞ്ഞ പോലെ ബെഡ് സ്പേസ്, അവിടെ ഈ പറഞ്ഞ പോലെ ഞാനൊരു 2.5 മാസം നിന്നു. ഓൾമോസ്റ്റ് ലൈക്ക് വർക്ക് ചെയ്തത് 2.5 മാസമാണ്, പക്ഷെ ഞാൻ അവിടെ നിന്നത് ലൈക്ക് 3.5 months ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കറന്റ് സ്റ്റാറ്റസ് എന്താണ് ഒരു പ്ലാൻ ഒക്കെ ആയിട്ട് കാണുന്നത്? ലൈക്ക് ഇൻ ടേംസ് ഓഫ് കോഴ്സ് ആൻഡ് കരിയർ ഹെഡ് എന്തായിരിക്കും ഒരു ഐഡിയ ഹാവ് യു മെയ്ഡ്? ആക്ച്വലി പ്ലാൻസ് നമ്മൾ അങ്ങനെ സീക്രട്ട് എന്നാണല്ലോ. മേ ബി ഐ എം കീപ്പിംഗ് ഇറ്റ് സീക്രട്ട്, മേ ബി ഐ ഡോണ്ട് ഹാവ് എ പ്ലാൻ. ബട്ട് നമുക്ക് in terms of course almost said that you had completed the course അല്ലേ? ക്ലാസ്സസ് കഴിഞ്ഞു. ഞാൻ തീസിന്റെ പ്രിപ്പറേഷനിലാണ് ഇപ്പൊ ചെയ്യുന്നത്. സോ തീസിസ് ഞാൻ ഈ അടുത്ത് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. സോ അപ്ലൈ ചെയ്തതിന് 6 months ആണ് നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പൊ അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി യൂറോപ്പിൽ എവിടെയെങ്കിലും ജോബ് നോക്കണം. ജോബ് ഹണ്ടിലേക്ക് ഒബ്വിയസ്ലി നമ്മൾ ജോബ് ഹണ്ടിൽ എല്ലാവരും പോവും. ഇല്ലെങ്കിൽ ഇപ്പൊ മൈ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് എനഫ് എന്നുള്ളൊരു പോയിന്റ് വരാണെങ്കിൽ വി വിൽ ഗോ ഫോർ എഡ്യൂക്കേഷൻ. ഞാൻ പിന്നെയും ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ കോഴ്സുകൾ നോക്കും. മേ ബി ഐ ഡോണ്ട് നോ, ലൈക്ക് ഞാൻ അതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുത്തിട്ടില്ല ഇതുവരെ. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് അതെ, ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് ഐ കാൻ ടേക്ക് എവറിതിങ് ടുഗെദർ. ലൈക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോ നമുക്ക് ഇപ്പൊ ഞാൻ ഓൾറെഡി ഗ്രാജുവേഷനിലേക്ക് പോവുകയാണ്. സോ ലൈക്ക് ഗ്രാജുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു ഗോൾ. സോ അതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ആവും. ഒരുപാട് ഓപ്പൺ അല്ലേ? ഓപ്പൺ ഫോർ ഓപ്പർച്യൂണിറ്റീസ്, countries, whatever. Yes, Europe is in your hands in a way. Maybe. Yes, so I just want to know, can you tell about the Gayatri before and after Italy? എന്നാലും ചേഞ്ച് അത് ഈ പറഞ്ഞ പോലെ നല്ല ഒരു വലിയ ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ലൈക്ക് ഐ എം സ്റ്റിൽ ദ സെയിം ഓൾഡ് പേഴ്സൺ. ഐ തിങ്ക് ദാറ്റ് ദ വേ ഐ ഹാൻഡിൽ പ്രോബ്ലംസ്, ദ വേ ഐ ലൈക്ക് എന്താ പറയാ, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ടുണ്ട് എന്റെ കുറെയൊക്കെ. പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ എന്താ പറയാ, നമ്മുടെ കാര്യം മാത്രമല്ലാതെ ബാക്കിയുള്ളവരുടെ ഒരു POV അത് ഞാൻ മുന്നേയും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി, പേഷ്യന്റ് ആയി, ഓക്കെ മെച്ചോർഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനോട് എതിർക്കാൻ പലർക്കും ഉണ്ടാവും, പക്ഷെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഐ ഗെസ് യെസ്, മെന്റലി ഇമോഷണലി മെച്ചോർഡ് ആണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ചേഞ്ച് എനിക്കുണ്ട്. അത് കുറച്ച് ഡ്രാസ്റ്റിക് ആണ്. അതായത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ലൈക്ക് എന്താ പറയാ, ഗ്രാജുവലി ആണെങ്കിലും പക്ഷെ അത്യാവശ്യം നല്ല ഇന്റൻസില് നമ്മള് സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ അങ്ങനെ ആവും. ഓക്കെ, നാടാണോ യൂറോപ്പാണോ ഇപ്പൊ ഇഷ്ടം? വെരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതായത് എനിക്ക് തോന്നുന്നു ലൈക്ക് ക്വാളിറ്റി ഓഫ് ലിവിങ് എന്തുകൊണ്ടും യൂറോപ്പ് തന്നെയാണ്. അത് യൂറോപ്പിൽ പോയി നിന്നിട്ടുള്ള ആൾക്കാരൊക്കെ അതറിയാം. പോയി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂറോപ്പ് തന്നെയാണ് നമ്മൾ ലൈക്ക് ക്വാളിറ്റി ഓഫ് ലിവിംഗിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പറയുമ്പോഴേ എന്താണ് യു ഫൗണ്ട് ദ ക്വാളിറ്റി ജസ്റ്റ് ദാറ്റ് പീപ്പിൾ നോസ്? ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്താ പറയാ, നമുക്കധികം സ്ട്രെസ് ഉണ്ടാവില്ല ജീവിക്കുമ്പോൾ. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആൾക്കാർ കേട്ടും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാലും
ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സംഭവം ഇല്ലേ, ആ ഒരു സംഭവം നാട്ടില് എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പുറത്ത് നമ്മുടെ ലൈഫിൽ ഇടപെടാൻ ആരും വരില്ല. നമുക്ക് നമ്മുടെ കാര്യം പിന്നെ പുറത്തുനിന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും അവിടെ. സച്ച് ആസ് ലൈക്ക് ഇപ്പം നമ്മൾ അവിടെ എല്ലാ ജോബും റെസ്പെക്റ്റഡ് ആണ്. എല്ലാ ജോബിനും അതിൻ്റെതായ എന്താ പറയാ വാല്യൂ ഉണ്ട്. ആൻഡ് എന്താ നമ്മള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറിഷ് ചെയ്യുന്നവരാണ് അവര്. ആൻഡ് ഓൾസോ ലൈക്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും പയ്യെ പയ്യെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തു തുടങ്ങും. ചെറിയ ചെറിയ അക്കംപ്ലിഷ്മെന്റ്സിന് അത്രയും നമ്മൾ സ്വയം എന്താ പറയാ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും ഇത്രയല്ലേ ഉള്ളൂ, ഇനി എത്രയോ ഫോർ ഗ്രാന്റഡ്. അതെ അതെ. ഇപ്പൊ നമുക്ക് എനിക്കടക്കം തോന്നിയതേ റാൻഡം പീപ്പിൾ ഓപ്പണിംഗ് ഡോർസ് ഫോർ യു. അതായത് അവിടുത്തെ സ്റ്റാഫ് ഒന്നും അല്ല, സം സ്ട്രേഞ്ചേഴ്സ്. അതായത് നമ്മുടെ ഫാമിലി വരുന്ന ചിലപ്പോ ഒരു ഡോറ് തുറന്ന് പിടിച്ച് യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ പല സ്ഥലത്ത് പോകുമ്പോ ആൻഡ് ജസ്റ്റ് സെയിങ് സോറി ആൻഡ് താങ്ക് യു ഒരു 10 ഇരട്ടി ദാൻ അസ്. വെരി ട്രൂ. അതന്നെ എനിക്ക് ഭയങ്കര ഒരു ന്യൂ ഫാക്ടർ. ദേ റെസ്പെക്ട്. ജസ്റ്റ് നമ്മൾ അറിയാതെങ്കിലും ഒന്ന് അടുത്ത് വന്ന് പോയാൽ തന്നെ അവര് സോറി. അതന്നെ ഇവിടെ ഇടിച്ചു കയറിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതായത് ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ ഇടിച്ചു കയറിയില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല. അതെ. അവിടെ ദേ ഗിവ് സ്പേസ് ഫോർ യു സോ ദാറ്റ് യു കൻ സിറ്റ് സ്റ്റാൻഡ് ഈവൻ. അങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ആ സോറി താങ്ക് യുന്റെ നമ്പർ കുറച്ചധികം എനിക്ക് പോയി വന്നപ്പോ സത്യം എനിക്കും ആക്ച്വലി ഇത് വളരെ റിലേറ്റബിൾ ആണ്. കാരണം ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ലൈക്ക് ഇപ്പൊ നമ്മള് ഓട്ടോയില് കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ലൈക്ക് പൈസ നമ്മൾ കൊടുത്തിട്ട് നമ്മള് ഡ്രോപ്പ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കലി എനിക്ക് താങ്ക് യു പറയാം. ഞാൻ താങ്ക് യു പറയാം. ഞാൻ താങ്ക് യു പറയുമ്പോ ആളിങ്ങനെ എന്താ സാധനം, ഞാൻ പണിയെടുക്കല്ലേ, പൈസക്ക് പണിയെടുത്തതല്ലേ, ഞാൻ താങ്ക് യു ഒക്കെ പറയണേ. അത് കേൾക്കാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇല്ല, അത് എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്നതാ. സോ അത് ആളുടെ റെസ്പോൺസ് കണ്ടപ്പോ ഞാനിങ്ങനെ അയ്യോ, അപ്പൊ എനിക്ക് പെട്ടെന്ന് അടിച്ചു ഓക്കെ ഞാൻ നാട്ടിലാണല്ലോ എന്നുള്ളത്. പക്ഷെ ഒബ്വിയസ്ലി ലൈക്ക് ഞാൻ ജനറലൈസ് ചെയ്യല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന അവർക്കൊരു ഈ പറഞ്ഞതേ താങ്ക് യു പറയുമ്പോ ഒരു സന്തോഷം വരുന്ന മുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ഞെട്ടുന്നവരുണ്ട്. ബട്ട് ഇതാണ് സ്മോൾ തിങ്സിലുള്ള. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് വൃത്തി. അത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുന്ന അറിയില്ല. കാരണം ഐ മീൻ യു ഹവ് എക്സ്പീരിയൻസ്ഡ് അല്ലെ. അപ്പൊ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് പറഞ്ഞു വരുമ്പോ വാട്ട് ഡു യു ഫീൽ ഇൻ ടേംസ് ഓഫ് ഡിസിപ്ലിൻ, ക്ലെൻലിനെസ്? വാട്ട് ഡു യു ഫീൽ? ഐ തിങ്ക് ലൈക്ക് ഇറ്റലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അവരുടെ ലൈഫ് എത്രയും, അതായത് അപ്പൊ അവര് പകുതി ദിവസം അവര് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി ദിവസം അവർക്ക് വേണ്ടിയിട്ട് തന്നെ ടൈം കൊടുക്കുന്നവരാണ്. ഈവനിങ് ലൈക്ക് സ്ലോ ഈവനിങ്സ്, സ്ലോ ഡിന്നേഴ്സ്, റെസ്റ്റോറൻറ്റ്സ് ആൻഡ് എവരിവെയർ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആണ്. നമ്മൾ കാണുമ്പോൾ, ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ അവിടെ മറ്റിങ്ങനെ കിടന്ന് ഓടുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ അവര് വളരെ സെറ്റാണ് ലൈഫും, അവര് പ്ലാൻഡ് ആണ്. പക്ഷേ ഫസ്റ്റ് 10 years എന്ത് ചെയ്യണം, അടുത്ത ഒരു 10 years എന്ത് ചെയ്യണം, റിട്ടയർഡ് ലൈഫ് എന്തായാലും ഒരു റിലാക്സിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ ഇറ്റാലിയൻസ് അവിടെ കുറെ പേര് ആൾക്കാർ അപ്പാർട്ട് ഫ്രം ദെയർ ലൈഫ് സ്റ്റൈൽ ആൻഡ് എവറിത്തിങ്, വൺ മെയിൻ തിങ് വൈ ദേ ലിവ് ലോങ്ങർ വുഡ് ബി ദാറ്റ് ദേ ഡോണ്ട് സ്ട്രെസ് എ ലോട്ട്. ഐ തിങ്ക് യൂറോപ്യൻസ് ജനറലി, പക്ഷെ ഇറ്റലിയിൽ കുറച്ചുകൂടെ ലൈക്ക് ചിൽ ലൈഫ്, ഒരു ഫുഡ് അവര് ദേ ഡോണ്ട് ടേക്ക് സ്ട്രെസ് സോ മച്ച്. അകത്തേക്ക് അവർ എടുക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം, അതായത് വളരെ അധികം ആൾക്കാർ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം, അതായത് ഇറ്റാലിയൻസ് ഭയങ്കര എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ്. അവർ വളരെ പുറത്തോട്ട് അങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് കാണിക്കുന്നവരാണ്. നിങ്ങൾ നമ്മൾ പല കാര്യങ്ങളും സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ അത് അകത്തിന്നത് നല്ലോണം ബാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് അത് ലെറ്റ് ഇറ്റ് ഔട്ട് ആണെങ്കിൽ യു ആർ ഫ്രീ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഈ യൂറോപ്യൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു, വാട്ട് വാസ് യുവർ ഹോൾ life experience in terms of friends at the university അല്ലെങ്കിൽ other local neighbors as such? എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? I think they are very sweet. They are very sweet. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ സ്നേഹമാണെങ്കിൽ അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ പോലെ ഇമോഷണലി പെട്ടെന്ന് കണക്ട് ആവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ലൈക്ക് നമ്മളെല്ലാരും എന്ന് പറഞ്ഞാൽ നമ്മള് ഔട്ട്സൈഡേഴ്സ് ആണല്ലോ. അതെ. അതിന്റെ പക്ഷെ ഐ തിങ്ക് യു ആർ ടെല്ലിംഗ്
നമ്മൾ ഇമോഷണലി കുറച്ചധികം കണക്റ്റഡ് ആണ്. അതെ അതെ, നമ്മൾ മലയാളീസ് ആണെങ്കിലും നമ്മൾ ഒരു മലയാളി വേറൊരു മലയാളിനെ കണ്ടു കഴിഞ്ഞാൽ അധികം നേരം വേണം നമുക്ക് ഇമോഷണലി കണക്ട് ആകാൻ. പക്ഷെ ചിലപ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യല് കുറവായിരിക്കും. അവിടെ നേരെ തിരിച്ചാ, അവര് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും എല്ലാം. പക്ഷെ ഇമോഷണലി കണക്റ്റഡ് ആണ്, ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബൗണ്ടറീസ് വെക്കുന്ന ആൾക്കാരാണ്, അതുണ്ട്. നൗ ഈ കമ്മിങ് ടു അക്കാഡമിക്സ്, സോ എങ്ങനെയായിരുന്നു പഠിക്കാനായിട്ട് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പൊതുവേ ഭയങ്കര ടഫ് കോഴ്സ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഹൗ ഡിഡ് യു ഫീൽ ഇൻ യുവർ കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി? ഹൗ വാസ് ഇറ്റ് ലൈക്ക്? എന്റെ കോഴ്സ് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് കോഗ്നിറ്റീവ് സയൻസ് ആണ്. സോ എനിക്ക് മുന്നേ ഞാൻ ബാച്ചുലേഴ്സ് സൈക്കോളജിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവര് എന്താ പറയാ, പ്രൊഫൈൽസ് അവർ ചെക്ക് ചെയ്യുമല്ലോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അപ്പോൾ മുന്നേ കൂട്ടി ഈ പറഞ്ഞ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ കൂടുതൽ പേപ്പേഴ്സ് ഈ പറഞ്ഞ പോലെ സയൻസും സൈക്കോളജിയും ന്യൂറോ സയൻസും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത്. ബട്ട് വി ഓൾസോ ഹാവ് AI, Python, human computer interaction പേപ്പേഴ്സ് ഉണ്ട്. സോ ദാറ്റ് വാസ് എ പ്രോബ്ലം. കാരണം ഇപ്പം എനിക്ക് പേഴ്സണലി പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, എന്ത് ചോദ്യമാണെങ്കിലും ചോദിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പൈത്തന്റെ പ്രൊഫസറൊക്കെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, മണ്ടത്തരാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. ചില സമയത്ത് മണ്ടത്തരാന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമല്ലോ നമുക്ക് ചോദിക്കാനായിട്ട്. ഇവിടെ നമ്മൾ അതിന് ഇൻ സൈക്കോളജി ഇങ്ങനത്തെ ഇല്ല. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അതെ, ഇത് കോഗ്നിറ്റീവ് സയൻസ് ആണ്. ഒബ്വിയസ്ലി പറഞ്ഞ പോലെ AI-യും പൈത്തണും എല്ലാം അതിൽ വരും. കാരണം എന്താ പറയാ, കോഡിംഗ് ഒക്കെ ഞങ്ങള് പ്രൊഫസേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു, നമ്മൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനാണ് നിങ്ങൾ ഇതിൽ എടുക്കുന്നത് മെജോറിറ്റി എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പൈത്തണോ AI ഒക്കെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രൊഫസേഴ്സ് പറഞ്ഞത്, നിങ്ങൾ പുറത്ത് വന്ന് പഠിക്കുമ്പം നിങ്ങൾക്ക് എന്തായാലും AI ഇസ് എ മാൻഡറ്ററി. ഇപ്പോഴത്തെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അറിയാലോ, AI വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ AI നമുക്ക് പഠിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് ആ പ്രൊഫസർ പറഞ്ഞത്. ആൻഡ് ഓൾസോ ഇപ്പം അതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? ആക്ച്വലി എനിക്ക് AI-ന്റെ പേപ്പർ ഞാൻ ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല, പെൻഡിങ് ആണ്. നമ്മുടെ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും എക്സാം എടുക്കാം. എന്റെ സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. അതെ, പക്ഷെ ദാറ്റ് ഇസ് ഓൾസോ വൺ തിങ് ദാറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് കോഴ്സ് നമ്മൾ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറെ പേര് കംപ്ലീറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ റിലാക്സ്ഡ് ആണ്. അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, നമ്മള് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല. 2 വർഷത്തെ കോഴ്സ് 2 വർഷമായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പം അത് പ്രൊഫസേഴ്സിനില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പഠിക്കാൻ ടൈം തരുന്നുണ്ട്. നമ്മളുടെ ഈ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അതായത് 12th കഴിഞ്ഞ ഡിഗ്രി, അത് PG, ജോലി, അതാണല്ലോ കറക്റ്റ് ടൈം ലൈൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ല ഐ തിങ്ക് യൂറോപ്യൻസ്. ഐ ഹേർഡ് മൾട്ടിപ്പിൾ ബ്രേക്സ് ഒക്കെ ചിലരെടുക്കും. കം ബാക്ക് ടു ദ കോഴ്സ്. അതായത് എന്തെങ്കിലും ഒരു വർഷത്തേക്ക് ജോലിക്കൊക്കെ പോകും, പിന്നെ വരും. അങ്ങനത്തെ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലേ. ചിലപ്പോ ഈ 1 year ഒരു ബ്രേക്ക് എടുക്കുന്നത് ടു ഇൻവെസ്റ്റ് ഇൻ സംതിങ് പ്രൊഡക്റ്റീവ് ഓൾസോ. അവര് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡിൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പണിയില്ലാണ്ടിരിക്കുക, അതൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ എന്താ പറയാ ബ്രെയിനിന്റെ ബാക്കി ഭാഗങ്ങളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. അപ്പോ ഈ പറഞ്ഞു വന്നത് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ എക്സ്റ്റൻഷൻ നമുക്ക് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ റീജിയണൽ ടാക്സ് എന്നുള്ളത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് ഇപ്പൊ 2 വർഷത്തിനൊക്കെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. PG ആണെങ്കിലും സ്റ്റുഡന്റ് സ്റ്റാറ്റസ് തന്നെ നമുക്ക് കിട്ടും അല്ലെ? ഒരു ലൈക്ക് വിത്തിൻ 2 years കംപ്ലീറ്റ് ചെയ്യാണ്ട് 1 വർഷം മേ ബി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കുഴപ്പമില്ല, ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ആൻഡ് ഇപ്പൊ കറന്റ്ലി നമ്മളുടെ കോഴ്സിൽ എങ്ങനെയാണ്? എക്സ്റ്റെൻഡ് ചെയ്തോ? ഞാനിപ്പോ എന്റെ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. ആക്ച്വലി ഒരു 6 months എന്നുള്ള രീതിയിൽ അത്ര തന്നെ ഉള്ളൂ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ. മനസ്സിലായി. അപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മള് ഗ്രാജുവേഷന് നമ്മളൊരു 6 months മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ ഡിസംബറിൽ രജിസ്റ്റർ ആണെങ്കിൽ ഇൻ 6 months ആണ് എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നു. നമുക്ക് ആ ഒരു തീസിസ് പ്രിപ്പറേഷനുള്ള ടൈമാണത്. അങ്ങനെയാണ് അവിടെ ഇതാവുന്നത്. ഇനി കോഴ്സ് അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? ഐ നോ യു സിംഗ്. അത് യെസ്, ദാറ്റ്സ് ദേർ. പക്ഷെ സ്റ്റിൽ ഇൻ ടേംസ് ഓഫ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. കാരണം ഇപ്പൊ നമ്മുടെ ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്സ് ഫെസ്റ്റ് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്. ഐ കാണ്ട് ഈവൻ എക്സ്പ്ലെയിൻ. കാരണം എനിക്ക് ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ലൈക്ക് ഐ കുഡന്റ് എൻജോയ് ടു മൈ ഫുള്ളസ്റ്റ്. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം ആക്റ്റീവായിട്ട് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്കിത് വല്ലാത്തൊരു അടിയായിരുന്നു അവിടെ പോയപ്പോ. നമുക്ക് അറിയായിരുന്നു പുറത്ത് പറഞ്ഞ ആർട്സ് ഫെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്.
യൂണിവേഴ്സിറ്റീസിലൊന്നും അങ്ങനെ ഇല്ല. പിന്നെ കൂടുതലും ഇന്റലക്ച്വലി ആണ് അവര് കുറച്ച് ഇപ്പൊ ക്വിസ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് ഓർഗനൈസേഷൻസ് അങ്ങനെ തന്നെയുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് കൂടുതലും ഉള്ളൂ. ഇപ്പൊ ഈ ജോബ് ഫെയർ ഒക്കെ വരും ഇടയ്ക്ക്. അപ്പൊ ഈ അടുത്ത ജോബ് ഫെയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ കമ്പനീസ് ആണെങ്കിലും അവരെല്ലാരും വരുന്നു, നമുക്ക് ആ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പോവാം. നമ്മൾ ഇന്റർവ്യൂസിന് അപ്പിയർ ചെയ്യുന്നു അങ്ങനെ. സോ ഈ ഒരു ഹോൾ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു ഇറ്റലിയിലേക്കുള്ള ഒരു പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ, സോ ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ സെപ്റ്റംബർ ഇൻടേക്കിനാവുമ്പോൾ നമ്മള് വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നേരത്തെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടല്ലേ അങ്ങനെ നേരത്തെ തന്നെ? അതെ, പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പ്രിഫറബിളി അവർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ആവണമല്ലോ. ഇപ്പൊ വിസയുടെ കാര്യമാണെങ്കിലും ഇപ്പൊ വിസയുടെ റിജക്ഷൻ വരാൻ കൂടുതലും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആവാത്തത് കൊണ്ടായിരിക്കാം. കാരണം നമ്മൾ മൈന്യൂട്ട് മിസ്റ്റേക്സ് ഒക്കെയാണ് ചിലപ്പോ പ്രശ്നം വരാൻ സാധ്യത. കുറച്ച് ഇങ്ങനെ സ്ക്രൂട്ടിനി ചെയ്യുന്ന ആൾക്കാരാണല്ലേ അവര്. ആക്ച്വലി ഇറ്റലിയിൽ പണ്ടൊക്കെ നോർമൽ ആയിരുന്നു, എല്ലാവർക്കും വിസ കൊടുക്കുന്നതിന് വലിയ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ഇമിഗ്രൻസ് ആണെങ്കിലും ഇവർ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരായിരിക്കാം ചിലപ്പോ. ഇവര് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് അവര് പക്ഷെ കംപ്ലീറ്റ് ചെയ്യാതെ അവര് വേറെ ചാടി പോവാ, അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അതൊരുമാതിരി അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയത് തന്നെയാണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് പറയുമ്പോൾ ഡോക്യുമെന്റ്സ് നമ്മള് അറേഞ്ച് ചെയ്യുന്നു. സ്റ്റാർട്ട് ഓഫ് ദി ഇയർ, ജനുവരി. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, അതുപോലെ നമ്മുടെ മുന്നത്തെ എന്താ പറയാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളുള്ള എന്താ പറയാ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. അതിപ്പോ നമ്മളിപ്പോ ഗൂഗിളിൽ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി തീരുമാനിക്കുക. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 യൂണിവേഴ്സിറ്റി നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം, അതാണ് നല്ലത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സെയിം പ്രോസസ് തന്നെയല്ലേ, നമ്മൾ അവരുടെ സൈറ്റിൽ പോവുക, നമ്മൾ അപ്ലിക്കേഷൻ എന്നുള്ള സാധാരണ നാട്ടിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ പോവുക, നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അവർ തന്നെ പറയും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മളത് അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോ നമുക്കത് പേഴ്സണലി ചെയ്യണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏജൻസി ഒന്നും വേണ്ട, നമുക്കത് അങ്ങനെ ചെയ്യാം. ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി ചെയ്യാനാണ് ആൾക്കാർക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഐ ബിലീവ് ദാറ്റ്സ് എ വെരി പേഴ്സണൽ ഓപ്ഷൻ. കുറച്ചും കൂടി ഐ തിങ്ക് എളുപ്പമായിരിക്കും പ്രോസസ് അല്ലേ, എല്ലാം ഫിഗർ ഔട്ട് ചെയ്യുന്നതിലും. അതെ, എനിക്ക് പേഴ്സണലി അങ്ങനെ അത്രയും സ്ട്രെസ് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. സോ ഞാൻ അന്വേഷിച്ച് എനിക്ക് പറ്റിയ ഒരു ഏജൻസിനെ കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പ്രോസസ്സിങ് ചെയ്താണ്. അപ്പൊ നമ്മൾ അവരെ അപ്ഡേറ്റ് ചെയ്യും, കാര്യങ്ങളെല്ലാം ചെയ്യും, നമുക്ക് ഒരുപാട് സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാം അങ്ങനത്തെ സാഹചര്യം. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. അപ്പൊ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നതില് ഹൗ വാസ് യുവർ ഡിസിഷൻ? ലൈക്ക് ഇപ്പൊ സൈക്കോളജി ആണല്ലോ പഠിച്ചത്, അപ്പൊ അതിന്റെ തന്നെ ഹയർ കോഴ്സസ് ആണോ പഠിക്കാൻ നോക്കിയത്? ഡിഫറെന്റ് ഫീൽഡ് നോക്കിയിട്ടുണ്ടായിരുന്നോ? അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ ഏജൻസി വഴിയാണ് പോയത്. സോ ഒബ്വിയസ്ലി അവർ എനിക്ക് ഓപ്ഷൻസ് തന്നു. ഞാൻ പറഞ്ഞു എന്റെ ആവശ്യം, ഞാൻ ബാച്ചിലേഴ്സ് സൈക്കോളജിയാണ് ചെയ്തത്, എനിക്ക് മാസ്റ്റേഴ്സ് സൈക്കോളജി റിലേറ്റഡ് തന്നെ വേണം, സൈക്കോളജി കിട്ടിയാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ നീഡ് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഓക്കെ ഇതാണ് അവൈലബിൾ ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ മാസ്റ്റേഴ്സ് ഈ കോഴ്സ് ഒക്കെ ഉള്ളത് ഇവിടെയൊക്കെ ഉള്ളത്, അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യണം, അഡ്മിഷൻ അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 5-6 യൂണിവേഴ്സിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതില് നമ്മൾ 3-4 മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, പിന്നെ അതിന്റെ റിസൾട്ട്സ് വരുന്ന പോലെ. അപ്പോൾ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ബൊലോനിയയില് ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ജസ്റ്റ് ഇന്റർവ്യൂ ഒന്നും വേണ്ട, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് മാത്രം മതി എന്ന് പറയും. ചിലപ്പോൾ ഒരു ടെസ്റ്റ് എൻട്രൻസ് എക്സാം ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിഷൻ നമുക്ക് അവര് കിട്ടും, പ്രീ എൻറോൾമെന്റ്, പിന്നെ എൻറോൾമെന്റ് പ്രൊസീജിയേഴ്സ്, അങ്ങനെയൊക്കെ അങ്ങനെ പോവാണ് ചെയ്യാം. ഇപ്പോ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഈ സൈക്കോളജി BSc എനിക്ക് 85% ആണ്. സോ വേറൊരു ഡൗട്ടാണ് പലർക്കും, അതായത് ഈ അബവ് 80-90 ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും? ഇപ്പൊ ഗായത്രിക്ക് 85 ഉണ്ടായിരുന്നു, ബട്ട് പൊതുവെ യു മെറ്റ് അതർ സ്റ്റുഡൻസ് ഓൾസോ അല്ലേ? സോ വാട്ട് ഇസ് ദ ജനറൽ റിക്വയർമെന്റ് ടു ഗെറ്റ് ഇൻടു എ പബ്ലിക് യൂണിവേഴ്സിറ്റി? General requirement is 70% and above. 7 seats. അതെ, പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ. ബാക്കി നമുക്ക് എനിക്ക് കറക്റ്റ് 70 above is like I think college വരുന്നതാണ്. അതെ, ബട്ട് ഈവൻ ഇഫ് they have lower requirements there are other countries also. Public universities. എനിക്ക് കുറെ DMs വരാറുള്ള ചേച്ചി എനിക്ക് 60% and above 60% ഉള്ളൂ അല്ലെങ്കിൽ 64% ഉള്ളൂ, എനിക്ക് അഡ്മിഷൻ കിട്ടോ, എനിക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് കിട്ടുക?
അപ്പോ നമുക്കിതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ ഞാൻ കുറെ DMs ഒക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മള് ഇൻഫർമേഷൻ കാര്യം മാത്രമല്ല, ഇറ്റ് വിൽ ബി ലൈക്ക് ഹ്യൂജ് ക്രൈം ഐ വുഡ് സേ. കാരണം നമ്മുടെ കരിയർ മൊത്തം ആ ഒരു ഡിസിഷനിലാണ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അറിയാമെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ കുറെയൊക്കെ നമ്മൾ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിലാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കുറെ പോയി നോക്കുമ്പോൾ ഓക്കെ, ഈ യൂണിവേഴ്സിറ്റി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയാവുന്ന ഇപ്പൊ ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെ അറിയാം, സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പേരെ അറിയാം. അപ്പൊ ഇവരുടെ അടുത്തൊക്കെ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് റിപ്ലൈസ് കൊടുക്കാം. അപ്പൊ ചിലപ്പോൾ DM ഒക്കെ ലേറ്റ് ആയി വരും. അപ്പൊ 70 above ഉണ്ടെങ്കിൽ ഇറ്റലിയിൽ ഏകദേശം കിട്ടും അല്ലെ? പൊതുവെ അവർ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ജനറൽ റിക്വയർമെന്റ്. നമുക്ക് ആക്ച്വലി അതർ കൺട്രീസിൽ 60 above ഉണ്ടെങ്കിൽ ഓസ്ട്രിയ, ജർമ്മനി ഒക്കെ കിട്ടും. ഈവൻ ജർമ്മനി ഒക്കെ നമുക്കിപ്പോ 50% above തന്നെ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതായത് എല്ലാ യൂണിവേഴ്സിറ്റിയും അല്ല, അറിയാലോ, ചില സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ ഈവൻ അതർ കൺട്രീസ് ലൈക്ക് ലാറ്റ്വിയ, ലിത്വേനിയ, ഈവൻ ഹംഗറി, ഇവിടെ അവിടെയൊക്കെ ഈ ലോവർ റിക്വയർമെന്റ് ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഓസ്ട്രിയക്ക് ഇപ്പോ അതായത് നമുക്ക് 55 ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. ശരി, നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഒക്കെ. സോ ഇറ്റ് ഡിപെൻഡ്സ്. സോ ഇൻ ജനറലി ഇറ്റലിയിൽ ഇപ്പോ 70% ആണ് അറിഞ്ഞത്, മനസ്സിലായി. ഇനി സോ വൺസ് യു ഗെറ്റ് ആൻ ഓഫർ, വാട്ട്സ് നെക്സ്റ്റ്? നമുക്ക് ആദ്യം അവർ പ്രീ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് അയക്കും മെയിലില്. പിന്നെ നമുക്ക് എൻറോൾമെന്റ് പയ്യെ നമുക്ക് എൻറോൾഡ് ആവുക എപ്പോഴാണെന്ന് നമ്മൾ പേ ചെയ്യണം. പ്രീ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻറോൾഡ് ആവുന്നത് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ റീജിയണൽ ടാക്സി 156 euro ഇത് എൻറോൾമെന്റ് ആണ്. നമ്മൾ അത് പേ ചെയ്താൽ നമ്മൾ എൻറോൾഡ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന നമുക്ക് നമ്പറും കോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മളത് അവരുടെ സൈറ്റിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡന്റ് പോർട്ടലിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ബാക്കി എല്ലാം ആ ഒരു സിസ്റ്റത്തിനകത്താണ്. ആ ഒരു നമ്മുടെ ഇപ്പൊ ഈ മെൻസ ആണെങ്കിലും നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്റ്റുഡന്റ് മെയിൽ ഉണ്ടാവും. അപ്പൊ യൂസർ നെയിം പാസ്വേഡ് തന്നെ നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഈ മെൻസയിൽ പോവാണെങ്കിലും നമ്മൾ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ എന്റെ അവിടെ എർസു എന്നാണ് അതിനെ പറയാ, സ്കോളർഷിപ്പിന്റെ ആപ്പ്. അപ്പൊ ആ ആപ്പിന്റെ ഓപ്പൺ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്താലാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് അത് സ്കോളർഷിപ്പ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പെർ ടൈം മീൽ 2 euros പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇഫ് യു ആർ എ സ്റ്റുഡന്റ്. ഓക്കെ, ആ സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി അഫോർഡബിൾ. സോ ഈ ഫുഡൊക്കെ നല്ലതാണോ, ടേസ്റ്റി ആണോ, എന്താണ് നമ്മളുടെ ഇന്ത്യൻ വെച്ച് നോക്കുമ്പോ? അങ്ങനെ കമ്പയർ ചെയ്യാൻ ഇല്ല, ഇറ്റാലിയൻ ഫുഡാണ്. ഇറ്റ്സ് ഫില്ലിംഗ്. എനിക്ക് പക്ഷേ അഗൈൻ ആ ഫില്ലിംഗ് അല്ലാത്ത എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും? ഞങ്ങൾ കുറച്ച് പേരും ഞങ്ങൾക്ക് വിശപ്പ് മാറും എന്താ പറയാ. അപ്പൊ നമ്മള് നാട്ടിൽ ഇത് സ്പൈസ് ഒട്ടും ഉണ്ടാവില്ല. ആഡ് 3 course meal in Italy. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്താണ് സ്പൈസിന്റെ ആ ഒരു വില നമ്മളുടെ. കാരണം നമ്മൾ വി ആർ സോ യൂസ്ഡ് ടു അല്ലേ ആ ഒരു മുളകൊക്കെ കാച്ചുന്ന ആ ഒരു മണമൊക്കെ, ടേസ്റ്റുകളൊക്കെ നമുക്ക് കുറെ മിസ് ചെയ്യും. സ്പൈസ് ടോളറൻസ് നല്ലോണം താഴെ പോകും നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോ. ഭയങ്കര സെൻസിറ്റീവ് ആവും അല്ലെ? സെൻസിറ്റീവ്. പക്ഷെ അത് യൂസ്ഡ് ആയ അത് വേറൊരു ടേസ്റ്റ് ആണ് അല്ലെ? അതെ. ആക്ച്വലി ഐ വുഡ് സേ ലൈക്ക് സ്പൈസ് കുറയുന്നത് ഒരു കണക്കിന് ഹെൽത്തി ആണ്. അവര് പാസ്തയാണ് മെയിൻ ആയിട്ട് ഫുഡ് ഉള്ളത്, അധികം വേവിക്കില്ല. ഞാൻ ഈ അടുത്ത് അറിഞ്ഞു, ബിക്കോസ് ഞാൻ വിചാരിച്ചു ഇതെന്ത് വേവിക്കാണ്ട് ഇത് ഒരു വരുവാവും നമ്മള്. പക്ഷെ എങ്കിൽ പോലും ആക്ച്വലി ദാറ്റ്സ് ഹെൽത്തി എന്നാണ് അവര് പറയുന്നത്. ഒരുപാട് അവര് വേവിക്കില്ല, അത് അങ്ങനെ കുറച്ച് ഹാർഡായി നിൽക്കുന്നതാണ് നല്ലതെന്നൊക്കെ അവരും പറയും. നൗ കമ്മിങ് ബാക്ക് ടു നമ്മുടെ വിസ ആപ്ലിക്കേഷൻ എല്ലാം. സോ ഓഫർ ലെറ്റർ കിട്ടി, നമ്മൾ എൻറോൾ ചെയ്തു. ഇനി വിസ ആപ്ലിക്കേഷന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? പൊതുവേ ഇറ്റലിക്കുള്ളൊരു ബ്ലാക്ക് മാർക്ക് എന്ന് തന്നെ പറയാം. ഈ റിജക്ഷൻ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ യു വെന്റ് ത്രൂ ദാറ്റ്. ഒരു സക്സസ്ഫുൾ പ്രോസസ് കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു വിസ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്? സോ എനിക്ക് പരിചയമുള്ള ആൾക്കാർ കുറച്ച് സ്റ്റുഡൻസ് ഓൾറെഡി ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പോയി അവർക്ക് എന്നെ കുറച്ച് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് റിജക്ഷൻ കിട്ടി, അവർ പിന്നെ അപ്ലൈ ചെയ്തു, സെക്കൻഡിൽ കിട്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. കുറെ റിജക്ഷൻസ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്തെങ്കിലും മെയിൻ പ്രോബ്ലം ആയിരിക്കും. അത് അവര് ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി. അപ്പം ഞാൻ സ്പോൺസർ ആയിട്ട് വെച്ചത് അമ്മേനെയായിരുന്നു. അപ്പൊ അമ്മ ടീച്ചറാണ്, ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ITR ആണെങ്കിലും ഈ എന്താ പറയാ ഗവൺമെന്റ് ജോബിനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇവർക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഒരുമിച്ചൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് അവര് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ കുട്ടി ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ബാക്കപ്പ് ഉണ്ടോ, മനസ്സിലായി, കുട്ടി എലിജിബിൾ ആണോ, ഫണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത് എത്ര ഫണ്ട് കാണിക്കേണ്ടി വന്നു? ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 13 lakhs ആയിരുന്നു കാണിക്കേണ്ട വന്നത്. വിസ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാം.
അങ്ങനെ ആ ഒരു സമയത്തുള്ള രീതിയിലാണ് പ്ലേസ്. അതെ അതെ അതെ. എംബസി എവിടെയായിരുന്നു ഇറ്റലിയുടെ ഈ ഒരു പ്രോസസ്? ഞാൻ ആക്ച്വലി ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ വിസയുടെ VFS കൊച്ചിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ സമയത്ത് നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇന്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു അവിടെ തന്നെ. അല്ല, ഓൺലൈൻ ആയിരുന്നില്ല, ഓഫ്ലൈൻ തന്നെയായിരുന്നു ഇന്റർവ്യൂ. നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ബയോമെട്രിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇപ്പൊ അത് ഇന്ത്യൻ തന്നെയായിരുന്നില്ലേ? കേരളത്തില്. അതായത് ഈ ഇന്റർവ്യൂ ചെയ്തത് വാസ് ആൻ ഇന്ത്യൻ ഓൺലി അല്ലേ? യെസ് യെസ്, ഇറ്റ് വാസ് ആൻ ഇന്ത്യൻ. ഓക്കെ. ആൻഡ് ദെൻ സോ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അത് അവര് നോക്കുന്ന വെച്ചാൽ നമുക്ക് എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ള രീതിയിൽ അവര് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിക്കാം. സോ ദേ വിൽ നോ, അതായത് നമ്മൾ ഇതിനെ പറ്റി മര്യാദയ്ക്ക് സെർച്ച് ചെയ്തിട്ടാണോ നമ്മൾ പോകുന്നത് എന്നുള്ളത്. ഇത് കൊച്ചിയിലായിരുന്നല്ലേ? ഇത് കൊച്ചിയിലാണ് നടന്നത്. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പോ എന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഒക്കെ അപ്പൊ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഏജൻസിയാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് തന്നത്. ശരി ശരി. അപ്പോ അവര് തന്നെ എടുത്തു തന്നതാണ്. അപ്പൊ കൊച്ചിയിൽ കിട്ടിയപ്പോ ഞാൻ ഇന്റർവ്യൂവിന് പോയി ബയോമെട്രിക്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഏത് കോഴ്സാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കോഴ്സിന്റെ പേര് പറഞ്ഞു. വെരി ഇൻട്രസ്റ്റിംഗ്ലി ദേ ആസ്ക്ഡ് മീ എ തിയറി ഇൻ സൈക്കോളജി. ഓ മൈ ഗോഡ്. എന്റെ അടുത്ത് ചോദിച്ചത് ബാച്ചിലേഴ്സ് സൈക്കോളജിയിലാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞു ഈ പറഞ്ഞ പോലെ തിയറി ഏതൊന്നും എനിക്ക് ഓർമ്മയില്ല, സംതിങ് റിലേറ്റഡ് ടു കണ്ടീഷനിങ് ഓർ സംതിങ് റീഇൻഫോഴ്സ്മെന്റ് സൈക്കോളജിയിലെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു തിയറി എന്താന്ന് അറിയോ ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ടെൻഷനിൽ നമുക്ക് കിട്ടില്ലല്ലോ, പക്ഷെ ഐ മാനേജ്ഡ് ഇല്ല ഇങ്ങനെ ഒരു തിയറി ഓഫ് സൈക്കോളജി. അതെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഐ ടോൾഡ്. അപ്പം മേ ബി ആള് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ആൾ അപ്പുറത്ത് ഗൂഗിള് നോക്കിയിട്ടാണ് ആള് ലൈക്ക് വെറുതെ കേൾക്കല്ല, ആളിങ്ങനെ ഓക്കെ ഇത് തന്നെയാണല്ലേ, ഓക്കെ ശരി എന്നുള്ള രീതിയിൽ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ ലൈക്ക് ഇറ്റലിയിൽ എവിടെയാണ്, സിസിലി എവിടെയാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത് വാസ് ലൈക്ക് വെരി വെൽ പ്രിപ്പയർഡ്. ബിക്കോസ് ഞാൻ ആക്ച്വലി മാപ്പിലടക്കം സിസിലി എവിടെയാന്നുള്ളതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത്. ബിക്കോസ് വി നെവർ നോ അവർ എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ആ ചോദിക്കാന്നുള്ളത്. ഹൗ ലോങ് വാസ് ദ ഇന്റർവ്യൂ? like 15 minutes I guess. 15-20 minutes അത്ര ഉണ്ടായുള്ളൂ. എനിക്ക് അത്ര ഉണ്ടായുള്ളൂ. Post that what was the feeling? ഇത് കിട്ടും. I was actually satisfied with the interview. Okay. Because എനിക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാൻ ഇഷ്ടമാണ്. അതെ അതെ. അപ്പൊ എനിക്കിങ്ങനെ സംസാരിക്കാനും ചോദ്യം ചോദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ലൈക്ക് ഒബ്വിയസ്ലി ലൈക്ക് അൺലെസ് ആൻഡ് അൺടിൽ അത് വൈവല്ലാത്ത പക്ഷം എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇറ്റ്സ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ന്യൂ തിങ്സ് ആണ്. ക്യൂരിയോസിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരാളാണ്. അപ്പൊ ലൈക്ക് ഓക്കെ ഇന്റർവ്യൂ സ്മൂത്ത് ആയി പോയി. അപ്പൊ ഈ എന്താ അപ്പോയിന്റ്മെന്റ് എടുത്തു, അങ്ങനെ ഇന്റർവ്യൂ കഴിയുന്നു. പിന്നെ ഈ ഒരു അപ്രൂവൽ ഒക്കെ വരാനായിട്ട് എത്ര ടൈം എടുത്തു? എനിക്ക് ഐ തിങ്ക് ഒരു 2 months എന്തോ ആണ് എടുത്തത്. 1.5-2 months. ഓക്കെ. കുറച്ചാൾ മുന്നത്തെയാണ്, കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഓൾമോസ്റ്റ് ആ ഒരു ടൈമില് 2 monthsനുള്ളിലാണ് അപ്രൂവൽ വന്നത്. അപ്പോ നേരെ ഒരു ഈ പറഞ്ഞ ഷോർട്ട് ടേം വിസയ്ക്കാണ് വെച്ചത്, അത് കിട്ടി. അങ്ങനെയായിരുന്നു. ബാക്കി ഈ റെസിഡൻസ് പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഇറ്റലിയിൽ ചെന്നിട്ടായിരുന്നോ? ബാക്കിയൊക്കെ ഇറ്റലിയിൽ ചെന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അത് നോർമലായിട്ട് അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തില്ലെങ്കിലും വലിയതൊന്നുമില്ല. അപ്ലൈ ചെയ്തിരുന്നാണ് ഓൺ ദ സേഫ് സൈഡ്. പിന്നെ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതായിരിക്കും നല്ലത്. കാരണം കുറെ പേര് പറഞ്ഞ പോലെ മുന്നേ കുട്ടി പറഞ്ഞ പോലെ അഡ്മിഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അവര് അപ്പോയിന്റ്മെന്റ് എടുത്തു വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന എടുത്ത് ചാടി തീരുമാനം എടുക്കുന്നവരുണ്ട്. ഇറ്റ്സ് ലൈക്ക് വെരി അതായത് ഒബ്വിയസ്ലി നമുക്കറിയാം അഡ്മിഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ദർ ആർ പീപ്പിൾ ഹു ഡസ് ദി ഓപ്പോസിറ്റ്. ഇൻ യോർ ദിസ് തിങ് അല്ലെങ്കിൽ ഹോൾ പ്രോസസ് ഓഫർ ഒക്കെ എത്ര ടൈം എടുത്തിട്ടാണ് വന്നത് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട്? എനിക്ക് ആപ്ലിക്കേഷൻ അഗൈൻ എനിക്ക് തോന്നി ഈ ഒരു ഗ്യാപ്പ് ആയിരിക്കാം, ഒരു 2 months. അവര് ഡേറ്റ് പറയും അവര്. അത് ഇപ്പൊ എന്താ പറയാ, എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തിനും ഒക്കെ ആവുമ്പം റിസൾട്ട്സ് അറിയേണ്ടതാണ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ജനുവരിയിൽ ഏകദേശം മെയ് ജൂലൈ ഞാൻ പറയുകയാണെങ്കിൽ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്ത് തുടങ്ങി ഗായത്രി, ഒരു വർഷത്തിൽ പറയുകയാണെങ്കിൽ. ആൻഡ് ദെൻ മീൻ വൈൽ ഡെഡ് ലൈൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെ ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് ഓഫർ വന്നത് ഒരു മെയ് ജൂലൈ സമയത്താണോ വന്നത്? മെയ് ജൂൺ ജൂലൈ ആ ടൈം മിക്ക യൂണിവേഴ്സിറ്റീസും റിസൾട്ട്സ് പുറത്തേക്ക് വിടുക. ഓക്കെ. ഒരു മിഡ് ഓഫ് ദി ഇയർ ഈ പറഞ്ഞ ഓഫർ വന്നു. എപ്പോഴായിരുന്നു ഏകദേശം അപ്പോയിന്റ്മെന്റ് വന്നത്? കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ഫൈൻ. എന്നാലും ഇൻ മെയ് എന്തായാലും വിസ വന്നത് ഏത് മാസത്തിലാ വന്നേ? സെപ്റ്റംബറിന് മുന്നേ? സെപ്റ്റംബറിന് ഓൾ അറൌണ്ട് ഓഗസ്റ്റ് ആ ഒരു സമയപ്പോഴാണ് എനിക്ക് വന്നത്. വിസ വന്നു. വിസ ഓഗസ്റ്റ് ലാസ്റ്റ് ടൈമിൽ തന്നെ
കിട്ടിയില്ലേ ഓഗസ്റ്റ് ലാസ്റ്റ് ആ ഒരു സമയത്ത്. അപ്പം പിന്നെ നമ്മള് ഫ്ലൈറ്റ് ഒക്കെ പയ്യെ, എനിക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു താങ്ക്ഫുള്ളി. അപ്പൊ ഞാൻ എല്ലാവരും നാട്ടിലായിരുന്നു. ഐ മീൻ എന്റെ ഫെലോ സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ നാട്ടിൽ തന്നെയായിരുന്നു. അവർക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഓഗസ്റ്റ് ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ബിഗിനിങ് ഒക്കെ എനിക്ക് ആ ഒരു സമയത്താണ് കിട്ടിയത് ഫോർ സം റീസൺ. അപ്പൊ വേഗം തന്നെ പോയില്ല അല്ലെ? ഇല്ല, ഞാൻ പതുക്കെ പോവാ ചെയ്തത്. കാരണം ക്ലാസ്സസ് ഓൺലൈൻ ഉണ്ട്. അപ്പോ യു ഹാഡ് ദ ടൈം. ഇത് സ്കോളർഷിപ്പിലാണ്. അപ്പൊ എനിക്കൊരു അടി പറ്റിയത് കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ട്. അത് എങ്ങനെ ഇറ്റ് കുഡ് ഹാവ് ബീൻ കറക്റ്റഡ്, സേ ഫോർ എ ഫ്യൂച്ചർ സ്റ്റുഡന്റ് ഹൂസ് അസ്പയറിംഗ്? ഈ സ്കോളർഷിപ്പിന്റെ കേസ് ഫസ്റ്റ് സെമ്മിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലേ, അപ്പൊ അത് എങ്ങനെ നേരത്തെ നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്ന രീതിയിലാക്കാം? അത് ക്ലാസ് തന്നെ മെയിൻ സാധനം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പൊ ഡിസംബർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഡോക്യുമെന്റേഷൻസ് കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അപ്ലൈ ചെയ്യാം എല്ലാം. പിന്നെ ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 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 നമ്മൾ പൊയ്ക്കോളും. ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന്റെ കേസ് ഇങ്ങനെ പറയുമ്പോൾ പലരുടെയും വേറൊരു ഡൗട്ടാണ്, അവർ പഠിച്ച ഫീൽഡ് അല്ലാതെ ഡിഫറെന്റ് ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ ഒരു സൈക്കോളജി കഴിഞ്ഞ ആൾക്ക് ഒരു MBA പോലത്തെ കോഴ്സ് ഒക്കെ പബ്ലിക്കിൽ കിട്ടുമോ? അങ്ങനെ എന്താണ് ഒരു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മളിപ്പോ മാസ്റ്റേഴ്സിന് പുറത്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അഡ്മിഷൻ കൊടുക്കുന്നത് തന്നെ പ്രീവിയസ് എഡ്യൂക്കേഷൻ വെച്ചിട്ടാ. സോ എന്റെ ഒരു ഫ്രണ്ട്, ആൾക്ക് കമ്പ്യൂട്ടർ സയൻസിലാണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് അല്ല, സംതിങ് റിലേറ്റഡ് ടു കോമേഴ്സ് ഐ ഗെസ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അവർ ബാച്ചുലേഴ്സോ മാസ്റ്റേഴ്സോ സയൻസ് റിലേറ്റഡ് കോഴ്സ് കൊടുക്കില്ല. ഇപ്പൊ എന്റെ കോഴ്സിനാണെങ്കിൽ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് സൈക്കോളജിയും കമ്പ്യൂട്ടർ സയൻസും ഉള്ള കുട്ടികൾക്കാണ്. ബിക്കോസ് അങ്ങനത്തെ പേപ്പേഴ്സ് ആണ് അവർ പഠിക്കുന്നത് കുറച്ച് ഹൈ ലെവലില്. അപ്പൊ ബേസിക് ഇല്ലാഞ്ഞിട്ടത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ അവർ അഡ്മിഷൻ കൊടുക്കില്ല. അപ്പൊ ഡിഫറെന്റ് ഫീൽഡ് മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്രെഡിറ്റ് നോക്കിയിട്ടാണ്. റൈറ്റ്. അപ്പോ ഇപ്പൊ പറഞ്ഞത് ബാച്ചുലേഴ്സിന്റെ കേസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ആക്ച്വലി കുറെ പേര് യൂറോപ്പിൽ ബാച്ചുലേഴ്സ് ഇങ്ങനെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് പഠിക്കാം എന്നുള്ളത് അറിയില്ല. ഇപ്പോ നമ്മൾ ഓസ്ട്രിയ ഒരുപാട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി ബാച്ചുലേഴ്സ് കോഴ്സസിന്റെ. അതുപോലെ ഇറ്റലിയുടെ ബാച്ചുലേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്, കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ വരുന്നത്? എനിക്ക് ബാച്ചുലേഴ്സ് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാനല്ല. ബാച്ചുലേഴ്സും മാസ്റ്റേഴ്സും ആണെങ്കിലും രണ്ടിലും എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ കുട്ടികൾ ചോദിക്കാറുണ്ട് മാസ്റ്റേഴ്സ് ഏത് കോഴ്സിനാ. നമ്മൾ കുറേ വട്ടം പറഞ്ഞാൽ പോലും അവർ ചോദിക്കുന്നത് മാസ്റ്റേഴ്സിന് ഏത് കോഴ്സിനാ സ്കോളർഷിപ്പ് ഉള്ളത്, ബാച്ചുലേഴ്സിന് ഉണ്ടോ, മാസ്റ്റേഴ്സിന് ഉണ്ടോ. ബേസിക്കലി ഇറ്റലിയിലുള്ള മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റീസും ബാച്ചുലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മൾ സ്കോളർഷിപ്പ് ഉണ്ട്. നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഉണ്ട്. മെറിറ്റും സ്കോളർഷിപ്പ് സിസ്റ്റം പോലെ ഉണ്ട്, നോൺ മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. ഈ DSU അല്ലെങ്കിൽ നീഡ് ബേസ്ഡ് ഞാൻ പറഞ്ഞ സ്കോളർഷിപ്പ് ഞാൻ എടുത്തിട്ടുള്ള മെജോറിറ്റി കുട്ടികൾ എടുക്കുന്ന സ്കോളർഷിപ്പാണ്. ആ സ്കോളർഷിപ്പ് നോൺ മെറിറ്റ് ആണ്. അത് മെറിറ്റ് വെച്ചിട്ടല്ല ഇതാക്കുന്നത്. മനസ്സിലായി. അപ്പോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതും ഈ ബാച്ചുലേഴ്സിന്റെ കേസ് എസ്പെഷ്യലി അധികം ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പൊ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ എല്ലാരും മാസ്റ്റേഴ്സിലായിരിക്കും, ബാച്ചുലേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയല്ല, ബാച്ചുലേഴ്സിനും സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ കോഴ്സുകളും ഇംഗ്ലീഷ് ടോട്ട് ഉണ്ട്, ഇംഗ്ലീഷ് ടോട്ടും ഉണ്ട്, ഇറ്റാലിയൻ ടോട്ടും ഉണ്ട് കോഴ്സുകൾ, മെഡിസിൻ ഉൾപ്പെടെ. പക്ഷെ എന്താ പറയാ, ഇംഗ്ലീഷ് ടോട്ട് ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക ഒബ്വിയസ്ലി. യൂറോപ്പില് നമുക്ക് പബ്ലിക് അല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ എന്താണ്? ലൈക് പ്രൈവറ്റില് ട്യൂഷൻ ഫീസ് ഉണ്ടെന്നുള്ളതാണ് മെയിൻ ക്രൈറ്റീരിയ. പക്ഷെ നമുക്ക് ഈ കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടോ? എങ്ങനെയാണ് കോഴ്സ്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് ഞാൻ അധികം ഐ എം നോട്ട് വെൽ അവെയർ അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഐ ഗെസ് എനിക്ക് അതിനെ പറ്റി അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റീസിൽ പോയി പറഞ്ഞ പോലെ ട്യൂഷൻ ഫീസ് കുറച്ചുകൂടെ കൂടുതലാണ്, കോഴ്സുകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു പബ്ലിക്കിലായിരിക്കും കുറച്ചുകൂടി ഇംഗ്ലീഷ് ടോട്ട് ഉണ്ടാവും തോന്നുന്നു. ബട്ട് ഓൾസോ ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഇൻ എ പൊസിഷൻ ടു കമന്റ് അബൌട്ട് ദാറ്റ് ബിക്കോസ് ഐ എം നോട്ട് വെൽ അവെയർ അബൌട്ട് ഇറ്റ്. അതിന്റെ ആവശ്യം വന്നതന്നെ ഇല്ല. സോ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളുടെ വേറൊരു കൺസേൺ ആണ് ഈ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ. അതെങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ലെങ്കിൽ ഹൗ ഡിഡ് യു ടാക്കിൾ ദ ഹോൾ സിറ്റുവേഷൻ? ആക്ച്വലി എനിക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമായിരുന്നു ചെന്ന സമയത്ത് ഈ ഹോസ്റ്റലില് ഞാനും അവളും മാത്രമായിരുന്നു ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ കുട്ടികളും ഇറ്റാലിയൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമെങ്കിൽ പോലും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ നമ്മുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി കുട്ടികളൊക്കെ ആയിട്ട് പയ്യാണ് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി വന്നത്. സോ നമ്മൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ ഇവളെന്റെ മുഖം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി.
പിന്നെ 9:30 ഹോസ്റ്റലിൽ കർഫ്യൂ ആണ്, അതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് മാറി കിട്ടി. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ ക്ലാസ്സിൽ പോവും. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആണെങ്കിൽ ക്ലാസ് ഇപ്പം നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെയായിരുന്നു ക്ലാസ്സുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. വൈകിട്ടാകുമ്പോഴത്തേനും എല്ലാ ദിവസവും ഇത് തന്നെ വല്ലാത്തൊരു ഏകാന്തതയായിരുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും. നമ്മൾ എന്താ പറയാ, ഞാൻ പേഴ്സണലി നാട്ടില് എനിക്ക് എന്താ പറയാ ആൾക്കാരെ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ അതെനിക്ക് എന്റെ വല്ലാണ്ട് എന്നെ ബാധിക്കും അത് മെന്റലി. ബിക്കോസ് ലൈക്ക് ഐ എ വെരി ഔട്ട് ഗോയിങ് പേഴ്സൺ. അപ്പൊ എനിക്ക് ആൾക്കാരെ 4 പേരെ ആഴ്ചയിൽ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ സംസാരിച്ച് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിന് പെട്ടെന്ന് ആരുമില്ലായ്മയിലേക്ക് പോയപ്പം ആദ്യത്തെ ഒരു പുതുമ ഉണ്ടായിരുന്നു. എന്റെ മൈ ലൈഫ് മൈ റൂൾസ്, സ്റ്റാർട്ടിങ് യെസ് പ്രൈവസി, വാവ്, ആ സ്കീമായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഒറ്റപ്പെടലായി. എല്ലാ ദിവസവും കാണുന്ന അതേ ബിൽഡിങ്ങും അതേ ആൾക്കാരൊക്കെ തന്നെയാ കാണുന്നത്, നമ്മള് ഒരേ ഭക്ഷണം ഒക്കെ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോഴാണ് ആ റിയാലിറ്റി ഹിറ്റ് ചെയ്യുക ശരിക്കും. അപ്പൊ പയ്യെ ഒന്ന് ഇതായി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, അത്യാവശ്യം എന്റെ ക്രിയേറ്റീവ് സൈഡിനെ എംബ്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏതാന്നുള്ളതൊക്കെ. ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ പ്രോസസ്. അപ്പോ ലൈക്ക് വീഡിയോ ഇടുമ്പം എനിക്കൊരു സന്തോഷം, ഓക്കെ ഐ എം ഡൂയിങ് സംതിങ് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിരിക്കാം മേ ബി. ആൻഡ് ഓൾസോ ഐ എം ലൈക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് അതുപോലെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാറ് പൊതുവെ. അങ്ങനെ ആ ഒരു എനർജീനെ അങ്ങനെ ചാനലൈസ് ചെയ്തെന്ന് പറയാം. അതെ, അങ്ങനെയും പറയാം. ഒറ്റപ്പെടലേ യു സോർട്ട് ഓഫ് മേഡ് ഇറ്റ് പ്രൊജക്ട് ഇൻടു സംതിങ് എൽസ് എന്നുള്ള രീതിയിൽ. അപ്പൊ and that benefited you in the long run. So yes, obviously I got to meet so much people, so many people. ചേച്ചിനാണെങ്കിൽ ഞാൻ സൂപ്പർ 4-ല് കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ റീൽസിൽ കാണാറുണ്ട്. ചേച്ചി തൃശ്ശൂർക്കാരിയാണെന്ന് എനിക്കറിയാം. തൃശ്ശൂർക്കാരി കണക്ഷൻ. എനിക്കത് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരേ സ്ഥലത്ത് നിന്ന് നമ്മള് മീറ്റ് ചെയ്യുന്ന കോണ്ടന്റ് ത്രൂ ആണല്ലോ, ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അപ്പൊ ലൈക്ക് ആ ഒരു ഡിസിഷൻ ഐ തിങ്ക് വാസ് വൺ ഓഫ് ദ മേജർ ഡിസിഷൻസ് ആൻഡ് ദ ബെസ്റ്റ് ഡിസിഷൻസ് യു ഹാവ് took while abroad, and it's helping a lot of people. ആ ഒരു ലൈഫ് സ്റ്റൈൽ എസ്പെഷ്യലി ഇൻ ഇറ്റലി, അതിലും ആരും ഇല്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് ഫൺ ടു വാച്ച് യുവർ വീഡിയോസ്. യെസ്, അപ്പൊ അങ്ങനെ കോണ്ടന്റ് ക്രിയേഷനിലെത്തി. ആൻഡ് അത് ത്രൂ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മാനേജ് ചെയ്യുന്നത് സ്റ്റഡീസ് ആൻഡ് പാർട്ട് ടൈം ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ എല്ലാം? എങ്ങനെ ടൈം മാനേജ്മെന്റ് എങ്ങനെ പഠിച്ചു? ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ്സസ് എല്ലാ ദിവസവും ഒന്നും ഇല്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഒക്കെ വരുള്ളൂ. പിന്നെ എക്സാമിന്റെ സമയത്തിന് മുന്നേ ആകുമ്പോഴും നമ്മൾ ഫ്രീ ആണ്. അപ്പം ലൈക്ക് നമ്മള് ഓട്ടോമാറ്റിക്കലി ആ ഒരു റുട്ടീനായിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നതാ. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതിൽ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളല്ല. സോ ദാറ്റ്സ് ലൈക്ക് എ തിങ് ദാറ്റ് ഐ ആം ലൈക്ക് ട്രൈങ് ടു ബിൽഡ് അല്ലെങ്കിൽ ഇംപ്രൂവ്. യെസ്, ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മള് വീഡിയോ എടുത്തു കഴിഞ്ഞാലും എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, പണിയുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഗെയിൻ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ ഇപ്പൊ നമ്മള് എന്താ പറയാ അതിന്റെ ഇടയിൽ വല്ല വയ്യായും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ സൗണ്ടും പോയി. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റാറില്ല. നേരത്തെ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൻഡ് ഐ ഹവ് സീൻ മെനി ഓഫ് യുവർ ട്രാവൽ സ്റ്റോറീസ്, വീഡിയോസ് എല്ലാം കാണുമ്പോ കൊതിയാവും. അപ്പോ can you just tell ഏതൊക്കെ കൺട്രീസ് ഇപ്പൊ വിസിറ്റ് ചെയ്തു? ഈ യൂറോപ്പിൽ പഠിക്കുന്നതിന്റെ മേജർ അഡ്വാൻറ്റേജ് തന്നെ അതാണ് തോന്നിയിട്ടില്ല, ഈ ഒരു ഷെങ്കൻ വിസ ആൻഡ് ഈസി ആക്സസ്. സോ ടെൽ us about that. Actually, firstly, I don't think I am a person who travel a lot. ഞാൻ വന്നിട്ട് ആദ്യത്തെ ഒരു വർഷം ഞാൻ എപ്പോഴും പോയിട്ടില്ല. ഞാനും എന്റെ ഹോസ്റ്റലും ഞാനും അത്ര ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് ഒന്നാമത്തെ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫണ്ട് വേണമല്ലോ. അപ്പോ ഫണ്ട് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലൈക്ക് എക്സ്ട്രാ ബിക്കോസ് നമുക്ക് ഓക്കെ ഗ്രോസറി സംഭവമൊക്കെ ഈ പറഞ്ഞ പോലെ സ്കോളർഷിപ്പിൽ അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് വേണമല്ലോ എങ്ങനെ പോയി കഴിഞ്ഞാലും. സോ ഇറ്റലിയിൽ കറങ്ങാൻ തന്നെ വേണം നമുക്ക് അത്യാവശ്യം ഫണ്ട്. അപ്പോ അതെനിക്ക് സെറ്റ് ആവുന്ന ഒരു സമയം കുറച്ചധികം എടുത്തു. ലൈക്ക് സെക്കൻഡ് ഇയറിൽ ആയപ്പോഴാണ് എനിക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടി. പിന്നെ ഞാൻ സമ്മറിന് പോയി വർക്ക് ചെയ്തു. അപ്പൊ കുറച്ച് പൈസയായി. അപ്പൊ എന്നാ പിന്നെ കുറച്ചൊക്കെ ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലേക്ക് ഞാൻ അപ്പോഴാണ് എത്തിയത്. സോ ഞാൻ ഫസ്റ്റ് നമ്മള് പാരീസിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം ഞാനിങ്ങനെ വർക്ക് കഴിഞ്ഞ് പാർട്ട് ടൈം കഴിഞ്ഞ് ഞാനിങ്ങനെ രാത്രി തിരിച്ച് വീട്ടിൽ ആകെ ടയർഡായി വന്നപ്പോ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് നമുക്ക് പാരീസിൽ പോയാലോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും നോക്കാനില്ല, ഞാൻ പറഞ്ഞു എന്നാ പോവാ. ബിക്കോസ് എന്നെ എന്താ പറയാ നമ്മളാകെ സ്ട്രെസ്ഡ് ആയി ഡ്രെയിൻഡ് ഔട്ട് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാ. ട്രാവൽ ചെയ്യാത്തതിന്റെ കുറ്റബോധം നല്ലോണം ഉണ്ട്. കാരണം എന്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാം യൂറോപ്പിലല്ലേ ട്രാവൽ ചെയ്തൂടെ. നമുക്ക് ആഗ്രഹം ഇല്ല കഴിഞ്ഞിട്ടല്ലോ, നമ്മുടെ സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്നാ
പിന്നെ പോവാം, നമ്മുടെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നാൾ ഇപ്പൊ ബ്രേക്ക് കിട്ടി സാഹചര്യത്തിൽ ഞാൻ എന്നാ പിന്നെ പാരീസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ പറഞ്ഞ പോലെ അവരെ കുറച്ച് 2-3 കൺട്രീസ് കവർ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പാരീസ് കഴിഞ്ഞിട്ട് എനർജി ഉണ്ടാവുമോ ഞാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പ്ലാൻ ചെയ്ത് നമ്മളിനി നാളത്തേക്ക് വെച്ചാൽ നടക്കില്ല ചില കാര്യങ്ങള്, അങ്ങനെ അങ്ങ് പോവാം എന്ന് വിചാരിച്ചു. ഞാനിപ്പം ഹംഗറി ബുദാപെസ്റ്റ്, പിന്നെ ഓസ്ട്രിയ, പിന്നെ സ്ലൊവാക്യ, പ്രാഗ്, ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു. കൺട്രീസ് കൊള്ളാം, ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഒറ്റടിക്കായിരുന്നു, ഒറ്റയടിക്ക് കവർ ചെയ്തു. എന്തായിരുന്നു ട്രാവൽ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഇൻസൈറ്റ്? ഇത്രയും കൾച്ചേഴ്സ് കണ്ടു, ആൾക്കാരെ കണ്ടു, സ്ഥലങ്ങൾ കണ്ടു. I was so satisfied and also I went with എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞാൻ ട്രാവൽ ചെയ്തത്. We are also from different backgrounds. നമ്മള് പല ലാംഗ്വേജ് സംസാരിക്കുന്ന ദേശി തന്നെ, എന്നാലും നമ്മള് അങ്ങനത്തെ കുറച്ച് കുട്ടികളുടെ ഒപ്പമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് സ്ഥലങ്ങൾ കവർ ചെയ്യുമ്പം ഐ ഫീൽ നമുക്ക് പറ്റിയ ആൾക്കാരുടെ ഒപ്പം പോയാലാണ് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. മോർ ദാൻ ദ കമ്പനി ഐ എന്താ പറയാ എൻജോയ് ദാറ്റ് എ ലോട്ട്. അപ്പോ സ്ഥലങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബുദാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ വുഡ് റേറ്റ് ഇറ്റ് പ്രാഗ്, ബുദാപെസ്റ്റ്, വിയന, സ്ലോവാക്യ ഐ വുഡ് സേ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ അധികം നാളൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല ബുദാപെസ്റ്റ്, 2 days വെച്ചിട്ട്. പക്ഷെ ഐ തിങ്ക് അത്ര നാളും മതി നമുക്ക് മെയിൻ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട്. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ വിയന്നയിൽ പോയി എന്ന് പറഞ്ഞ പോലെ വെരി ക്ലീൻ, വെരി ബ്യൂട്ടിഫുൾ, ഇങ്ങനെ വരച്ചു വെച്ച പോലെ തോന്നും നമുക്ക് പെട്ടെന്ന്. യൂറോപ്പിന്റെ മൊത്തത്തിലൊരു പ്രത്യേകതയാണെന്നാണ് ഞാൻ പറയാ. പിന്നെ ഓസ്ട്രേലിയ ഞാൻ ചെന്ന അന്ന് വാസ് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു ഇത് എന്ത് വിയന്ന. ഞാൻ അവിടെ ചെന്ന് വിറക്കിയായിരുന്നു. ഇറങ്ങിയിട്ട് നമുക്ക് ബോഡി ടെമ്പറേച്ചർ, എന്റെ ബോഡി പെട്ടെന്ന് ഡ്രോപ്പ് ആവും. അപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് ക്ലൈമറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ചില സിറ്റുവേഷൻസിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ല പണി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് ആക്ച്വലി മനസ്സിലായത് ഇപ്രാവശ്യം പോയപ്പോഴാണ്. ആൻഡ് വാട്ട് അബൌട്ട് പാരീസ്? ഓവർ റേറ്റഡ് ആണോ, അണ്ടർ റേറ്റഡ് ആണോ, അതോ എന്താണ്? കുറച്ച് ഓവർ ഹൈപ്ഡ് ആണെന്ന് ഇങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ റീസെന്റ് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓവർ ഹൈപ്ഡ് എന്ന് പറഞ്ഞാൽ പാരീസിന് ഒരു വേറെ ഫേസും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ 2 ഫേസ് ഉണ്ടല്ലോ. അഗൈൻ ഞാനൊരു ഗ്രൂപ്പിന്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കംഫർട്ടും നോക്കണം, എന്റേത് മാത്രമല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളൊരു കോമൺ ഐറ്റിനറി സെറ്റ് ചെയ്തു. അതും ലാസ്റ്റ് മൊമെന്റിൽ നടന്നൊരു പ്ലാൻ ആണ്. കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തു. നമ്മളൊരു 4 people ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫൺ ആക്ച്വലി. നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ആൻഡ് പാരീസ് ഇസ് ആക്ച്വലി ഒരു ലക്ഷറി വൈബാണ് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസ് മൊത്തത്തിൽ നമ്മള് പാരീസ് ആ സംഭവം ഉണ്ടല്ലോ, പാരീസ് എത്തി കഴിയുമ്പോ നമുക്ക് പാരീസ് എത്തി മക്കളെ ആ ഒരു ഇത് നമുക്ക് ശരിക്കും വരും, ആ ഫീല് വരും. പിന്നെ ആ ഐഫിൽ ടവർ ആണെങ്കിലും നമ്മൾ അവിടെ പോയി കഴിയുമ്പം നമ്മള് പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ ഇങ്ങനെ നിന്നും അത്ര നേരം വേണമെങ്കിൽ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നും. അറ്റ്ലീസ്റ്റ് അഗൈൻ പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ഹോൾ ട്രാവൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു ടേക്ക് അവേ ആയിട്ടുണ്ടാവും ഈ ഒരു എൻറ്റയർ ലൈഫ് ഇൻ യൂറോപ്പിൽ, അല്ലേ? മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ഈവൻ അല്ലെങ്കിൽ വിസിറ്റിംഗ് സച്ച് legendary places. Yes. And getting photos and stories and videos. So anyways, അപ്പോ ഇങ്ങനെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യുമ്പോ I'm sure നമ്മളുടെ ഫാഷൻ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് അതും ചോദിക്കാനുണ്ട്. Compared to the dresses that you used to wear in India and now in Europe, അപ്പോ ആ ഒരു ചേഞ്ച് ഒക്കെ എങ്ങനെയായിരുന്നു and how is it like now? എനിക്ക് ആക്ച്വലി ഞാൻ നാട്ടിലാണെങ്കിലും എനിക്ക് പേഴ്സണലി അങ്ങനെ ഞാൻ ഡ്രസ്സിങ്ങിൽ അത്ര വ്യത്യാസം വരുത്തിയിട്ടില്ല. എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് സമ്മറിൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അവിടെ സമ്മറിൽ എനിക്ക് ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ്, ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണ്. പ്രത്യേകിച്ച് ഞാൻ ഉള്ളതൊരു ഐലൻഡാണ്. അപ്പൊ അവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പ്, ചൂട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ചൂട്. ആൻഡ് ക്ലൈമറ്റ് സ്റ്റില്ലല്ല, കാറ്റുണ്ടാവും എപ്പോഴും. തണുപ്പിന്റെ കാറ്റാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ക്ലൈമറ്റ് സ്റ്റില്ലാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്താ പറയാ ഒന്ന് ലെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, പോവാം. പക്ഷെ കാറ്റ് നമുക്ക് എത്ര ലെയർ ചെയ്താലേ എവിടെന്നെങ്കിലൊക്കെ കാറ്റ് കയറും. പിന്നെ പനി പിടിച്ച് കിടന്ന അങ്ങനെ ആ കിടപ്പിലങ്ങ് കിടന്നു പോകും. അങ്ങനത്തെ കാറ്റാണ് അവിടെ. അപ്പോ അങ്ങനെയാണ്. സോ എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, നമ്മളുടെ ഒരു ഡ്രസ് സെൻസ് ഒക്കെ ഗ്രാജുവലി മാറി കണ്ടിട്ടുണ്ട് പല സ്റ്റുഡൻസിന്റെയും. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡ്രസ്സ് നമ്മൾ ഇടാൻ വിചാരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, അല്ലേ? സോ ഹൗ വാസ് ദാറ്റ് ട്രാൻസിഷൻ ലൈക്ക്?
Can you let me know? എനിക്ക് തോന്നിയത് ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാവുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചൊന്ന് ബോധേർഡ് ആവാറുണ്ട്. അതായത് എന്താ ചിന്തിക്കുക, ആൾക്കാർ എന്ത് പറയും, എവിടെ നിന്ന് ഏത് കമന്റ് വരും. എക്സാക്ട്ലി. അതെ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പേരൻസിന് ഓക്കെ ആയിരിക്കും, പക്ഷെ ചില പേരൻസിന് ഓക്കെ ആയിരിക്കില്ല, പക്ഷെ ചില പേരൻസിന് ഓക്കെ ആയിരിക്കും. നീ ഓക്കെ അല്ലാത്തതിന്റെ മെയിൻ കാരണം കുഡ് ബി ലൈക്ക് ഞങ്ങൾക്ക് നീ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലൈക്ക് നീ അവര് കണ്ട എന്താ പറയാ, നമ്മളെ അറിയാവുന്നവരാണ്, അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു സംഭവം. പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ആരും നമ്മുടെ കാര്യത്തില് നോബഡി കെയർസ് ബേസിക്കലി. നമ്മുടെ കംഫർട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മാത്രമല്ല, അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിലും ഈ പറഞ്ഞ പോലെ വേ യു ഡ്രസ് ഉണ്ടാൽ അത് നമ്മുടെ കാര്യമാണ്. അതിലൊന്നും ആരും ഇടപെടില്ല, കോമന്റും പറയില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ ചോയ്സ് ഉണ്ട്, അതിനെല്ലാരും അങ്ങ് എംബ്രേസ് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോകുമ്പോൾ നമ്മളും അത് പഠിക്കും. ഓക്കെ, നമ്മളെ കംഫർട്ട് ആണ് ഡ്രസ്, നമ്മളും ആരും ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല. യെസ്. സോ എനിക്ക് ഗായത്രിയുടെ പേരൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു ഹോൾ ജേർണി ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ വാട്ട് വാസ് ദെയർ ഫീലിംഗ്സ് ത്രൂ ഔട്ട് ദിസ് എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? എല്ലാ പാരന്റ്സിനും പോലെ തന്നെ ഇനീഷ്യലി എന്റെ പാരന്റ്സും ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അപ്പോ ഞാൻ എന്റെ ഫാമിലിയിലെ മൂത്ത കുട്ടിയാ. സോ ഒബ്വിയസ്ലി അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പ്രായത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഇനീഷ്യലി. പക്ഷെ ലൈക്ക് ദേ വർ റെഡി ടു അറ്റ് എ പോയിന്റ് ദേ വർ റെഡി ടു ടേക്ക് ദാറ്റ് റിസ്ക്. അവര് ഓക്കെ നമുക്ക് നോക്കാമെന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വന്നു. അതെനിക്ക് തോന്നുന്നു ലൈക്ക് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ദം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പുട്ട് ദാറ്റ് ട്രസ്റ്റ് ഓൺ മീ. ആൻഡ് ഐ ഫീൽ ലൈക്ക് സംടൈംസ് നമ്മൾ ആ ട്രസ്റ്റ് കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ മേ ബി ലൈക്ക് പല കാര്യങ്ങളും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഐ ഗെസ് ലൈക്ക് മിക്ക പേരൻസിനും ഈ ഒരു ട്രസ്റ്റ് കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് യുനോ ആസ് എൻ ഇൻഡിവിജ്വൽ ഇങ്ങനത്തെ എൻവയോൺമെന്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു സർവൈവ് ആൻഡ് ഗ്രോ ആസ് എൻ ഇൻഡിവിജ്വൽ. സോ ഈ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്മളുടെ ഒരുപാട് പേരൻസ് ഉണ്ടാവും. അപ്പോൾ അവരൊരു ചെറിയൊരു കൺഫ്യൂഷനിലായിരിക്കും വെദർ യുനോ ദേ ഷുഡ് സെൻഡ് ദെയർ കിഡ്സ് അബ്രോഡ് ടു സ്റ്റഡി ആൻഡ് ഓൾസോ what do you have to say to them? അങ്ങനത്തെ എനിക്ക് ഇഷ്ടംപോലെ DMs ഒക്കെ വരാറുണ്ട്. അതായത് ഇങ്ങനെ മോളിങ്ങനെ പോണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ടെൻഷൻ ആണ് എന്നുള്ളത്, വിച്ച് ഈസ് വെരി മച്ച് അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഒട്ടുമിക്ക എല്ലാ പാരന്റ്സിനും എസ്പെഷ്യലി എന്നെ പോലെ ഈ പറഞ്ഞ പോലെ ഡേ സ്കോളറായി നമ്മൾ എവിടെയും മാറി നിന്നിട്ടില്ല വീട്ടിൽ നിന്ന്, പക്ഷെ പുറത്ത് പോയി പഠിക്കണം കാര്യങ്ങളെല്ലാം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു ഡിലെമയില് ഓൾമോസ്റ്റ് കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടെൽ ടു ദി പേരൻസ് ദാറ്റ് എന്താ നിങ്ങൾ ആ ഒരു ഒബ്വിയസ്ലി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷെ ആ ചെറിയൊരു നോക്കാം എന്നുള്ള ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലെറ്റ് ദം ടേക്ക് റിസ്ക്. മക്കള് ലൈക്ക് ലെറ്റ് ദം ടേക്ക് റിസ്ക്. അതുപോലെ മിസ്റ്റേക്സ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് എന്താ പറയാ ആസ് എൻ ഇൻഡിവിജ്വൽ അവരത് എന്താ പറയാ ഗ്രോ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ മേ ബി ലൈക്ക് എന്താ പറയാ എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾവേസ് വാണ്ടഡ് മീ ടു ലൈക്ക് യുനോ ട്രാവൽ. എന്റെ അച്ഛനൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ലൈക്ക് എന്റെ പ്രായത്തിൽ അച്ഛനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. സോ ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ്ങിൽ അച്ഛനും ടെൻസ്ഡ് ആയിരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞു വിടാനും പുറത്തു പോകുമ്പോൾ. അച്ഛന് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോഴും ഞാൻ ഇറ്റലിയുള്ള സമയത്ത് അച്ഛൻ വൈകിട്ട് 6 മണി 7 മണിക്ക് ആകുമ്പോൾ തിരക്കുണ്ടോ, നീ സേഫ് ആണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. അത് പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവര് വളർന്നു വന്ന സാഹചര്യം വേറെയാണ്. സോ നമ്മളപ്പോ കുറച്ച് സീരിയസ് അല്ലെങ്കിൽ ഒരു എന്താ റിഗാർഡിങ് സ്റ്റഡി അബ്രോഡ് കാര്യങ്ങൾ ഒരുപാട് ഇപ്പൊ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം, വിച്ച് ഇസ് റാപ്പിഡ് ഫയർ. ഓക്കെ, സോ ആസ് ഗായത്രി ഈസ് ഓൾറെഡി ഫയർ, അപ്പൊ റാപ്പിഡ് ഫയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ റാപ്പിഡ് ഫയർ ബിഗിൻസ്. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് top 4 things you should carry with yourself when you're abroad. Super important ആയിട്ടുള്ള top 4 things. ഓക്കെ, സോ മെയിൻലി ഒബ്വിയസ്ലി പാസ്പോർട്ട്, വിസ എല്ലാം കയ്യിൽ വെക്കുക. പിന്നെ നമ്മുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് എൻറോൾമെന്റ്, പ്രീ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം. ആൻഡ് ഓൾസോ ഇറ്റ്സ് ബെറ്റർ ടു ക്യാരി ലൈക്ക് പ്രീവിയസ് മുന്നത്തെ സർട്ടിഫിക്കറ്റ്സും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഓൾസോ യു ക്യാൻ ക്യാരി ക്യാഷ്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ്. ആൻഡ് ദെൻ ഇൻഷുറൻസ് will also be helpful. Okay, one super important tip to find part-times quickly. Okay, so networking. നമ്മള് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ട് അവിടെ പോയിട്ട് ലൈക്ക് യു ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ദാറ്റ്സ് ഫ്രം മൈ POV I would say. കാരണം കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുക, ലൈക്ക് മേ ബി യു ക്യാൻ ക്രിയേറ്റ് എ റെസ്യൂമേ. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈദർ പ്രിന്റ് ഇറ്റ് ലൈക്ക് ഇംഗ്ലീഷിലാണെങ്കിലും ഇല്ല വെച്ചാൽ നിങ്ങൾ ഉള്ള കൺട്രിയിലാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് അനുസരിച്ച് റെസ്യൂമേ ഉണ്ടാക്കിയിട്ട് ദിവസം ഒരു 10 പ്രിന്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ റെസ്റ്റോറൻറ്റ്സിലാണ് ഇഫ് യു വോണ്ട് ടു വർക്ക് യു ക്യാൻ ജസ്റ്റ്
go and distribute and like see like എപ്പോഴും like try to reach out to people and that's okay. Iതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. You need a lot of money to study abroad. True or false? Elaborate. I think it could be, I think true ആകാം false ആവാം. I think it's more towards the false side for me, I would say, like especially like ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബാക്കി കൺട്രീസ് ഇപ്പം UK, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യു നീഡ് ലൈക്ക് ലോട്ട്സ് ഓഫ് മണി ആൻഡ് ഓൾസോ ഫീ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റലി, ജർമ്മനി പോലെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നില്ല അത്രയും എമൗണ്ട് വേണ്ടി വരും കമ്പയർ ടു ദി അതർ പ്ലേസസ്. Now, what are the 3 myths usually that you hear about studying abroad? 3 misconceptions in there. ഓക്കെ, സോ ഇപ്പൊ യൂറോപ്പിൽ യൂറോപ്പിലേക്ക് എങ്ങനെയും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി നിന്ന് നോക്കാലോ ഒക്കെ സെറ്റ് ആണെന്നുള്ളൊരു തോട്ട് ഉണ്ട് പലർക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് എന്താ പറയാ, പോയി ഇപ്പൊ പഠിച്ച് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു അപ്പൊ ഉടനെ ജോലി നമുക്ക് ഉണ്ടില്ല വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി ചെല്ലുമ്പോഴേ നമുക്ക് പാർട്ട് ടൈം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റാ, ബാക്കിയൊക്കെ ലൈക്ക് സ്മൂത്ത്, എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നല്ലോണം കഷ്ടപ്പെടണം, വിചാരിച്ച പോലെ ഒന്നല്ല. എല്ലായിടത്തും പോയാലും നമ്മൾ കഷ്ടപ്പെടണം, ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും. ഐ തിങ്ക് അവിടെ കുറച്ചുകൂടെ എന്താ പറയാ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസും എൻവയോൺമെന്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. 5 tips that you have to choose the right agency for studying abroad. ഏജൻസി ഇപ്പൊ നമുക്ക് പുറത്ത് പഠിക്കണമെങ്കിൽ നമുക്ക് either you can do it by your own, അല്ല ഏജൻസി ആണല്ലോ. സോ ഏജൻസി ചൂസ് ചെയ്യുന്നതിൽ ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. സോ ലൈക്ക് ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഫസ്റ്റ്ലി ഇപ്പം എന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഞാൻ നോക്കിയിരുന്ന എനിക്ക് ആക്ച്വലി പരിചയം ഉണ്ടോ, അതായത് ആരെങ്കിലും മുന്നേ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും എന്തെങ്കിലും റെഫറൻസ് ആണ് നോക്കാറ്. മുന്നേ അവിടെ ആ ഏജൻസി വഴി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് യു കെൻ ജസ്റ്റ് ചെക്ക്, ഇപ്പൊ റിവ്യൂസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ജസ്റ്റ് എന്താ പറയാ ഒരു ക്വിക്ക് സെർച്ച് നടത്തുന്നത് നല്ലതാ. ആൻഡ് ഓൾസോ വേണച്ചാ ഇപ്പൊ നമ്മുടെ ഗോളും അവരുടെ ഈ പറഞ്ഞ പോലെ ചില ഏജൻസീസ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ടൈപ്പ് ഉണ്ടാവും, ലൈക്ക് കമ്മീഷൻ മേടിച്ചിട്ടാണ് സ്റ്റുഡൻസിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യിപ്പിക്കുന്നത്. സോ നമുക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യല്ലോ നമ്മള്. അപ്പൊ ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ലൈക്ക് നമ്മൾ നമ്മുടെ നീഡ്സ് പറയുമ്പോൾ ആർ ദേ സപ്പോർട്ടിങ്, അല്ലെങ്കിൽ അവർ അതിനെ ഫേവർ ചെയ്ത രീതിയിലാണോ നമുക്ക് ഓപ്ഷൻസ് തരുന്നത്, ഇല്ലെങ്കിൽ അവരെ ലൈക്ക് അതേ ലൈക്ക് കൈൻഡ് പ്രഷറൈസിങ് യു ടു ലൈക്ക് ചൂസ് ദിസ് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ അത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, ഒന്ന് നോട്ടീസ് ചെയ്താൽ മതി. പിന്നെ എല്ലാ ഏജൻസീസും എന്താ പറയാ എല്ലാ കൺട്രീസിലും ചെയ്യുന്നവരില്ല. ചില കൺട്രീസിൽ എന്താ പറയാ ചില ഏജൻസീസ് ചില കൺട്രീസിലേക്ക് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ സ്റ്റുഡൻസിനെ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, അതും ചെക്ക് നന്നായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് അവരുടെ റിവ്യൂസ് ഒക്കെ നല്ലോണം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഡയറക്റ്റ് അല്ലെങ്കിലും പോലും ഇന്റർനെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ലൈക്ക് യു ക്യാൻ സീ ലൈക്ക് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം പോവാ. Okay, fine. 3 tips to students who are trying to find an accommodation in Europe. Social media, one thing. Obviously പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് ഇസ് ഓൾസോ എ തിങ്. കാരണം ഇപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അന്വേഷിക്കുന്നതല്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, വാട്സ്ആപ്പ് സ്റ്റുഡന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ്, പിന്നെ ഇറാസ്മസ് ഹൗസ് സീക്കിംഗ് ഗ്രൂപ്പ്സുകൾ ഉണ്ട്. അതായത് ലൈക്ക് സ്റ്റുഡൻസ് തന്നെ, അതായത് അവിടെ ഓൾറെഡി അക്കോമഡേഷൻ ഉള്ള കുട്ടികൾ മേ ബി 1 or 2 months ടെമ്പററി ആയിട്ട് റെന്റിന് കൊടുക്കുമായിരിക്കും. സോ മേ ബി നമുക്ക് 1-2 മാസത്തിനാണ് കഴിഞ്ഞാൽ ലൈക്ക് ഇഫ് യു ആർ ട്രാവലിംഗ് ദാറ്റ് ഇസ് ഹെൽപ്ഫുൾ. ആൻഡ് അങ്ങനെയാണ് മെയിൻ ആയിട്ട് കൂടുതലും ചെയ്യുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് ലൈക്ക് ട്രൈ ടു കണക്ട് ഔട്ട്, ലൈക്ക് ഓൺലൈൻ അല്ലാതെ തന്നെ ലൈക്ക് സംസാരിച്ച് വരുമ്പം നമുക്ക് അന്വേഷിക്കാം. Okay. Now, apart from all this, 3 places in Europe that you would hide, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പ്ലേസസ് ഏതാണ് വിസിറ്റ് ചെയ്തതിൽ? If you can suggest 3. ഓക്കെ, ഞാൻ ഒരുപാടൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്തതിൽ വെച്ചിട്ട് ലൈക്ക് പ്രാഗ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ്സ് ലൈക്ക് എ റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് ഐ വുഡ് സജസ്റ്റ്. ആൻഡ് പാരീസ് വാസ് ഓൾസോ എ റിയലി നൈസ് പ്ലേസ്. ഞാനിപ്പോൾ ഈ അടുത്താ പോയത്. ആൻഡ് ഓൾസോ ലൈക്ക് places I would love to visit is Amsterdam, like most of them, Netherlands, and Germany also. Oh, okay. So you have 4. Yes. Okay, so നമ്മുടെ റാപ്പിഡ് ഫയർ അങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അത് നമുക്ക് വിടാം. ഓക്കെ, സോ ഫൈനൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഈ പല കുട്ടികളും ലോൺ എടുത്തിട്ടാണ് ഈ അബ്രോഡ് സ്റ്റഡീസിനൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് സേ വൺസ് ദേ ഗെറ്റ് എ പാർട്ട് ടൈം ജോബ്, അവർക്ക് അത് റീപേ ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഒക്കെ വിൽ ദേ ബി ഏബിൾ ടു എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? ആക്ച്വലി ഞാൻ പേഴ്സണലി ലോൺസ് എടുത്തിട്ടില്ല. പക്ഷെ ഐ ബിലീവ് ദാറ്റ്
അവർക്ക് ചിലപ്പോൾ റീപേ ചെയ്യാൻ പറ്റുമായിരിക്കും. ലൈക്ക് ബിക്കോസ് പാർട്ട് ടൈം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കിട്ടാൻ പാടാണെങ്കിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പാർട്ട് ടൈം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ പോയ ഉടനെ കിട്ടും എന്നുള്ളതല്ല, പക്ഷെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇഫ് ഇറ്റ്സ് ലൈക്ക് കുഴപ്പമില്ലാത്ത പേയ്മെന്റ് കിട്ടുന്ന ഒരു പാർട്ട് ടൈം ആണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് ഓൾസോ ലൈക്ക് അഗൈൻ ഇപ്പൊ യൂറോപ്പിലത്തെ കാര്യം ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് അധികം എക്സ്പെൻസസ് വേറെ വരുന്നില്ല. സോ യു ഹാവ് എന്താ പറയാ ഓപ്ഷൻ ടു സേവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോൺ നമുക്ക് അടച്ചു തീർക്കാവുന്നതാണെന്നാണ് എന്റെ ഒരു നിഗമനം. യെസ്, അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേറെ ഡിസ്കസ് ചെയ്തു അബൌട്ട് ഇറ്റലി, ഫ്രീ എഡ്യൂക്കേഷൻ, യൂറോപ്പ്. സോ ഇപ്പൊ ഈ വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ദർ ആർ ലോട്ട് ഓഫ് aspirants, who are still confused or in a situation whether they should take the next step or not. So what do you have to say to the lovely audience out there? I would like to say that just go for it. Like there are so many things I know, like കുറെ കാര്യങ്ങൾ നിങ്ങളെ പുള്ളി ഉണ്ടാവും, ബാക്കിലേക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ലൈക്ക് assuring you that your life will change. Like you will have a chance to look into yourself and you'll be able to know more about yourself. Yes, so just go for it. Okay. All right, so ipo it's Christmas time. Yes. So ഏറ്റവും കൂടുതൽ ക്രിസ്മസ് മാർക്കറ്റ്സും ഒക്കെ ആക്റ്റീവ് ആവുന്ന ഒരു സ്ഥലമാണ് യൂറോപ്പ്. അപ്പൊ ഇറ്റലിയിലെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണ്? ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, ലൈക്ക് ദ മാർക്കറ്റ്സ് ആൻഡ് എവറിത്തിങ്? യെസ്. ഇറ്റലിയില് എനിക്ക് തോന്നുന്നു, ഇറ്റലിയല്ല ലൈക്ക് യൂറോപ്പില് സ്വിറ്റ്സർലൻഡില് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ വുഡ് ലവ് ടു വിസിറ്റ് വൺ ഡേ. ബട്ട് ഇറ്റലിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ലാസ്റ്റ് ക്രിസ്മസ് ഐ സ്പെൻഡ് ഇൻ മിലാൻ. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ഇപ്പം എന്റെ സ്ഥലമാണെങ്കിലും ഇറ്റ്സ് ഇൻ സിസിലി, ഫുൾ ഓഫ് ലൈറ്റ്സ്. ഇറ്റ്സ് ലൈക്ക് എല്ലായിടത്തും നമ്മൾ ലൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇറ്റലിയിൽ വന്ന സമയത്ത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഡ്യൂറിങ് ക്രിസ്മസ്. അത് റോമിലായിരുന്നു. ദാറ്റ് വാസ് റിയലി ഗുഡ്. പക്ഷെ മിലാനില് അത്രയ്ക്കില്ല. പക്ഷെ മിലാൻ ഇസ് ഓൾസോ റിയലി ഗുഡ്. എനിക്ക് തോന്നുന്നു ഓരോ സിറ്റീസും അവരുടേതായ രീതിയിലാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇഫ് യു എ പേഴ്സൺ ഹു ലൈക്ക് എന്താ പറയാ കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെറുതെ നമ്മൾ റോഡിൽ എല്ലായിടത്തും അതായിരിക്കും, മരത്തുമ്മലും എല്ലായിടത്തും ലിറ്ററലി. ഇപ്പൊ കുട്ടികളുടെ പാർക്സ് പോലും അവര് ഫുൾ ലൈറ്റ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി സിസിലിന്റെ സൈഡിലേക്ക് വരാം. ബിക്കോസ് അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ് ക്രിസ്മസ്. അത്രയും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പൊ റോമിലത്തെ ക്രിസ്മസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, മിലാൻ ആൻഡ് സിസിലി. യെസ്. ഓക്കെ, നൈസ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു വണ്ടർഫുൾ കോൺവെർസേഷൻ ഏകദേശം എന്തായിരിക്കുകയാണ്. വി ഡിസ്കസ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഐ എം ഷുവർ ദി ഓഡിയൻസ് വുഡ് ഹാവ് ഓൾസോ ഫെൽറ്റ് ദ സെയിം. സോ എന്താണ് ഗായത്രി, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഇത്രയും കാൻഡിഡ് ആയി സംസാരിക്കുന്ന ഞാൻ വിചാരിച്ചില്ല, പക്ഷെ you've told us things in such a natural as in such ഉള്ളിന്ന് ഹാർട്ട് തുറന്ന് straight from the heart feel ആയിരുന്നു എനിക്ക് കിട്ടിയത്. Thank you so much for all your lovely chat and the experience. Same here ചേച്ചി. Because like ഞാൻ ചേച്ചിനെയും കുറെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മുന്നേ, ചേച്ചിനെ പരിചയപ്പെടാനായിട്ട് മുന്നേ ആക്ച്വലി ഞാൻ ചേച്ചിനെ കുറെ കണ്ടിട്ടുള്ളതാണ്. യു ആർ ലൈക്ക് വെരി എന്താ പറയാ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. സോ ഐ എം ലൈക്ക് really glad that I met you and your team, and it's been like a really lovely experience. എനിക്ക് അങ്ങനെ ലൈക്ക് ഞാൻ അങ്ങനെ ക്യാമറ കോൺഷ്യസോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ലൈക്ക് എന്താ പറയാ I was having a really എന്താ പറയാ chill conversation with you, and I really hope that it was helpful. Yes, absolutely. Everyone out there. സ്റ്റുഡൻസ് എല്ലാം ഗായത്രിയെ പോലെ ഈ ചേച്ചിയുടെ പോലെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ ഐ എം ഷുവർ they would have found a lot of value in this conversation. Yes, I hope like everyone who's watching this and like everyone who's out there really want to build out a new life out and who's like ready to take that bold decision. Like I would love to wish them all the very best and like believe in yourself. ബാക്കി ചുറ്റുള്ളത് എന്ത് പറഞ്ഞാലും never mind, because it's your story and you are the one who is like the only one author. So just go for it and be happy and yeah. All right, so അപ്പൊ നമുക്ക് നമ്മളുടെ ഓഡിയൻസിന് ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേരാണ്. ഹാപ്പി ക്രിസ്മസ് ടു എവരിബഡി who is watching, and 2026 വളരെ നല്ലൊരു വർഷമാവട്ടെ. എസ്പെഷ്യലി കംപ്ലീറ്റ് ചെയ്ത് നല്ല എന്താ പറയാ നെക്സ്റ്റ്
കരിയർ സ്റ്റെപ്സ് ആയാലും ലൈഫ് സ്റ്റെപ്സ് ആയാലും ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. മേ യു ഹാവ് ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഇൻ 2026. Thank you. So, and once again, thanking you for being here in this time and having this conversation with us. Thank you. Same here. And that is the wrap of the 4th episode of Study Abroad Unfiltered. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, bye. Take care. Bye.